മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയുടെ നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വലിയ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ വലിയ കരുതലിന് വേണ്ടി നോക്കി പാർക്കുന്നത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആരാധനയിലൂടെ നീളം നീ തന്നെ അച്ഛനിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള അധിക അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയിൽ വന്നുപോയിട്ടുള്ള എല്ലാ പാകപ്പിഴകളും പരിഹരിക്കുവാൻ ഈശോയെ അധിക ബലം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 2015 മുതൽ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൽ നായകനേ അങ്ങേ ഞാൻ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആദിയും നീയേ, അന്തവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ വീശി ചേർന്ന് പാടും. ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പണ്ട് 1ാം ക്ലാസ്സിലൊരു പാഠം ഉണ്ടായിരുന്നു. പശു നമുക്ക് പാല് തരുന്നു. ഓർക്കുന്നുണ്ടാവല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കണ, ധ്യാനം നമുക്ക് എന്താണ് തരുന്നത്? നിങ്ങൾക്ക് പല ഉത്തരവുണ്ട്. നമുക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് നൽകുന്നു, രോഗസൗഖ്യം നൽകുന്നു, ആത്മശക്തി നൽകുന്നു. അങ്ങനെ പറയാമെങ്കിലും ധ്യാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആധ്യാത്മിക പ്രബുദ്ധതയാണ്. ഈ പ്രബുദ്ധത കിട്ടിയില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ച് കൊണ്ട് ജീവിതത്തിലെ ക്ലൈമറ്റുകൾ മാറുകയെ, കാലാവസ്ഥകൾ ജീവിതത്തിൽ ഇപ്പം പുറത്ത് നമുക്ക് കാലാവസ്ഥ ഉള്ളതുപോലെ തന്നെ ജീവിതത്തിലും ഈ ദൈവാനുഭവത്തിലും വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകൾ വരും. ദൈവാനുഭവത്തിലും വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകൾ വരും. അപ്പോൾ കാലാവസ്ഥകൾ മാറുന്നതനുസരിച്ചുകൊണ്ട് ആൾക്കാർക്ക് എന്നാ സംഭവിക്കുമെന്നറിയാവോ? പ്രബുദ്ധത ഇല്ലെങ്കിൽ, ആധ്യാത്മിക പ്രബുദ്ധത ഇല്ലെങ്കിൽ ഈ ജീവിത കാലാവസ്ഥകൾ മാറുമ്പോൾ വിശ്വാസം തണുത്ത് പോകും. വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വിശ്വാസത്തിന് ഇതുപോലെ തന്നെ മഞ്ഞുമുണ്ട്, അതുപോലെ തന്നെ വേനലുമുണ്ട്. വേനലിൽ വിശ്വാസം ചൂടാകും, അപ്പോൾ അല്ലെങ്കിൽ വിശ്വാസം തണുത്ത് പോകും. മരവിച്ച വിശ്വാസം എന്ന് പറയും. അതിൻ്റെ കാരണം പ്രബുദ്ധതയില്ലാത്തത് കൊണ്ടാണ്. ആധ്യാത്മിക പ്രബുദ്ധതയില്ലെങ്കിൽ ആൻറ്റി ക്ലൈമറ്റ്സ്, എതിർ കാലാവസ്ഥ വരുമ്പോൾ വിശ്വാസം തണുത്ത് പോകും. അങ്ങനെ തണുത്ത വിശ്വാസം, അങ്ങനെ ഒരു ബൈബിളിൽ ഒരു വാക്കുണ്ടെങ്കിൽ എടുത്തിയത് ശ്രുതികട ഹല്ലേലൂയ. മത്തായി 24:12. മത്തായി 24:12. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. അപ്പോൾ സ്നേഹം, വിശ്വാസം, പ്രത്യാശ ഒരു ജനറയിലുള്ള ആൾക്കാരാണ്. ആധ്യാത്മിക ജീവിതത്തിൽ ദൈവാനുഭവത്തിൻ്റെ അപ്ഡേഷൻസ് വരണത് ഒരു വ്യക്തിക്ക് ആദ്യം വിശ്വാസം വരും. വിശ്വാസം കഴിഞ്ഞിട്ട് ആ വിശ്വാസം അത് മച്ചുറായി കഴിയുമ്പോൾ വിശ്വാസത്തിൻ്റെ ഫലമാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. പ്രത്യാശ, ചില വിഷയങ്ങൾ പ്രത്യാശയ്ക്കും അപ്പുറത്ത് വരും. പ്രത്യാശ കൊണ്ട് ആശ്വാസം ലഭിക്കാത്ത സമയമുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു മകൻ കപ്പലിൽ പോയി, പിന്നെ അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തതിനിടയ്ക്ക് സമയത്ത് അവനെക്കുറിച്ച് പിന്നീട് ഭാര്യയ്ക്ക് ആ ഭർത്താവിനെക്കുറിച്ച് പിന്നീട് കമ്പനിക്കാർ ഒരു അറിവും പറയണില്ല. അപ്പം അങ്ങനെ ഒരു 10-20 കൊല്ലം മുമ്പ് അങ്ങനെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഒരു ഭാര്യ വന്ന് സങ്കടത്തോടെ പറയും, ഭർത്താവിനെ കപ്പലിൽ നിന്ന് മിസ്സായെന്ന് അവർ പറയുന്നു, എനിക്കൊരറിവും കിട്ടണില്ല, കമ്പനിക്കാരോട് വിളിക്കുമ്പോൾ അവരും ആയിട്ടൊന്നും പറയണില്ല എന്ന് പറയും. അപ്പോഴവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഇറങ്ങി നിൽക്കുകയായിരിക്കും, എന്നെ വിളിക്കുമായിരിക്കും. അപ്പം ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പം 10-51 ദിവസമായിട്ടും കപ്പൽ കരയിൽ വന്നിട്ടും ഇപ്പോഴും ഒരറിവില്ല എന്ന് പറയും. അപ്പോൾ പ്രത്യാശയും പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടക്കത്തിന് പോയായിരുന്നു, ആദ്യമായിട്ട് അങ്ങനെ ഒരു അടക്കം ചെയ്യണത്. എന്താ നമുക്ക് കൈ കിട്ടിയിരിക്കുന്നത്? ഒരു കുട്ടിക്കൂറ പൗഡറിൻ്റെ അത്രയുള്ള അതിൻ്റെ അടപ്പില്ലേ, അടപ്പിൻ്റെ അകത്ത് കൊള്ളാണ്ട് ചാരമാണ് നമുക്ക് കിട്ടണത്. അത്രേ ഉള്ളൂ. അവരത് ക്രിമേറ്റ് ചെയ്തിട്ട് ചാരം നമുക്ക് അയച്ചു തരും. എന്നിട്ട് ആ ചാരം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റോൾ വിട്ട്
10,000 ആൾക്കാരോട് ഞങ്ങൾ അടക്കാൻ പോയത്. അപ്പോഴാ വൈഫ് പക്ഷേ ഞാനോർത്ത് ഇവർ തകർന്ന് തരിപ്പ്, കാരണം 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അവർ കഴിഞ്ഞ മാസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ എവിടെയൊക്കെ എത്തി എന്നൊക്കെ എല്ലാം ചോദിച്ചു. ഈ തിരക്കിനാണെങ്കിൽ അവരെ കണ്ടപ്പോൾ അവരോടെല്ലാം ചോദിച്ചു. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. അവർ അതിജീവിച്ചതിനാണ്. ഈ പ്രത്യാശയും പോകുമ്പോൾ പിന്നെ ഉള്ളത് സ്നേഹം മാത്രമേ ഉള്ളൂ. ആരിലുള്ള സ്നേഹം? ദൈവത്തിലുള്ള സ്നേഹം. വിശ്വാസം നമുക്ക് എന്ത് തരുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, വിശ്വാസം നമുക്ക് ദൈവസ്നേഹം തരുന്നു എന്ന് പറയും. വിശ്വാസം നമുക്ക് എന്ത് തരുന്നു എന്ന് ചോദിച്ചാൽ വിശ്വാസം നമുക്ക് ദൈവസ്നേഹം തരുന്നു. കാര്യം വിശ്വാസം മൂത്ത് അതിൻ്റെ ഫലം നമ്മുടെ ആത്മാവ് അനുഭവിക്കുന്നത് ഇപ്പം നമ്മൾക്കുണ്ടെന്ന് പറയുന്ന വിശ്വാസം ഈ അനുഗ്രഹത്തിൻ്റെ ലെവലിലുള്ള ഒരു 4ാം ക്ലാസ് വിശ്വാസമാണ്. പല ആൾക്കാർക്ക്, ഞാനെപ്പോഴും ആൾക്കാരെ ട്രീറ്റ് ചെയ്യണത് 4ാം ക്ലാസ് വിശ്വാസത്തിൽ അവർ ആ വയസ്സിൽ തന്നെ അവർ 50-60 വയസ്സൊക്കെ ആണെങ്കിൽ ഞാൻ അവരെ ക്യാൻസൽ ചെയ്യും. വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം ഒരു വർക്ക് വിത്ത് ദം? അപ്പം നിങ്ങളവർക്ക് എന്തിനാണെങ്കിൽ വലിയമ്മമാരോട് ഇങ്ങനെ ചൂടാകണമെന്ന്? അതല്ല പ്രശ്നം. അവർ 70 വയസ്സായിട്ട് 4ാം ക്ലാസ്സിലെ വിശ്വാസത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. എന്നെപ്പോലെ ഒരാൾ എന്തിനാണ് എൻ്റെ അമൂല്യമായ സമയം അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണത്? അവരിന്നെ വളരത്തില്ല. അവരിങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇങ്ങനെ നിലയം വിളിച്ച് നടക്കുമെന്നല്ലാതെ അവർ പണ്ട് പോലെ ഇതിൻ്റെ ഒരു പരിപാടി ഇന്ന് വരെ അവർ വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്കോ പ്രത്യാശയും ദൈവസ്നേഹത്തിലേക്കോ അവർ ആത്മാവിൽ കനം വെച്ചിട്ടില്ല. അപ്പോൾ ഒരു പഠിക്കാത്തൊരു കുട്ടികളെ പിന്നെ നമ്മൾ പഠിപ്പിച്ച് തല തുരന്ന് കുത്തിക്കയറ്റിയിട്ട് വല്ല കാര്യമുണ്ട്? പഠിക്കാത്തവരെ വരെ തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടി വിടും, അത്രയേ ഉള്ളൂ. പഠിക്കാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? തൊഴിലെടുത്ത് ജീവിക്കാൻ വിടും. വേസ്റ്റ് അവരെ പഠിപ്പിച്ച് നമ്മൾ സമയം കളഞ്ഞ് കാശ് മുടക്കി വേസ്റ്റ് ചെയ്യത്തില്ല. അവരെ പരിഗണിക്കത്തില്ലെന്നല്ല, അവർക്ക് ഈ കൈവയ്പ്പ് പ്രാർത്ഥനയും എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ കിട്ടി അവർ ജീവിക്കും. അത് പക്ഷേ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ദൈവം നമുക്കറിയാമല്ലോ, എപ്പോഴും നിങ്ങൾ അച്ഛൻ്റെ ധ്യാനത്തിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണ ഒരു കാര്യം, ഈ ധ്യാനം എവിടെയാണ് എപ്പോഴും ചെന്ന് അവസാനിപ്പിക്കണത്? ഞാൻ അവസാനിപ്പിക്കണത്, ഞാൻ 2 പ്രാവശ്യം മാതാവിനെ നേരിട്ട് കണ്ട ആളാണെന്ന് എപ്പോഴും പറയും. അത് വീമ്പാക്കി പറയണ അല്ലത്. ഞാനത് പറയണതിൻ്റെ കാരണം, നിങ്ങൾ പല ആൾക്കാരും ദൈവത്തെ കാണാൻ വേണ്ടിയല്ല ഈ വെളുപ്പിനെ കഷ്ടപ്പെട്ട് വരുന്നത്. മനസ്സിലായില്ലേ? വെളുപ്പിനെ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത് എന്തിനാണ്? ഓരോരുത്തരും ഒന്നെങ്കിൽ വീട് വെക്കാൻ, ജപ്തി മാറാൻ, അല്ലെങ്കിൽ വഴിയിലേക്ക് വഴി കിട്ടാൻ, അല്ലെങ്കിൽ മലയിലേക്ക് കിണർ കുത്തി ആൾക്കാർക്ക് വെള്ളം കിട്ടണില്ല, വെള്ളം കിട്ടാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷെ ഞാനത് പ്രൈമറി ആയിട്ട് അഡ്രസ്സ് ചെയ്യും. പ്രൈമറി ആയിട്ട് ഉടമ്പടിയിൽ നടന്നില്ലെങ്കിൽ പിന്നെ ഒരുപാട് നടക്കത്തില്ല. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണ്, അത് ഈ ആൾക്കാർ ഇപ്പം മലയിൽ വെള്ളം 500 അടി കുഴൽ കുത്തി 1,85,000 രൂപ മുടക്കി ഇതുവരെക്കും വെള്ളം വന്നില്ലച്ചാ ഇത് വിൽക്കണോ അതോ വിറ്റാൽ ആരെങ്കിലും എടുക്കുമോ, ഞങ്ങൾ എവിടെ പോകും എന്ന് ചോദിക്കുന്നൊരു ചോദ്യമില്ലേ? ആ ചോദ്യത്തിന് അഡ്രസ്സ് ചെയ്യും. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അത് ചോദിച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. ആ കിണറ്റിൽ വെള്ളം വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആവും. നിങ്ങൾ സാക്ഷ്യവും പറയും, യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, വിൽക്കാൻ പോകരുത്, 2 പെമ്മക്കളായിരുന്നു, കുടിയൊഴിഞ്ഞ് പോകുന്നു വിചാരിച്ച്, അല്ല മാതാവ് ഞങ്ങൾ അവിടെ തന്നെ പിടിച്ച് നിർത്തി, അതിനകത്ത് വെള്ളം വന്നിട്ടുണ്ട്, ഇനി അവിടെ ജീവിക്കാൻ പോവുകയാണ്, യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി നിങ്ങൾ പറയും. അപ്പോൾ നിങ്ങൾ ഓക്കെ ആവും. പക്ഷെ ഞാൻ ഓക്കെ ആകത്തില്ല. എന്താ കാര്യം? അടുത്ത കൊല്ലം നിങ്ങൾ വേറെ പ്രശ്നം പറഞ്ഞിട്ട് വരും. അതാണ് ഞാൻ ഓക്കെ ആകാത്തത്. ഇപ്പം ഇത് ഓക്കെയാണ്, പക്ഷേ അടുത്ത കൊല്ലം നിങ്ങൾ ഇതിനേക്കാൾ ഗുരുതരമായ വേറെ പ്രശ്നവും പറഞ്ഞുകൊണ്ട് വരും. അതിനും ഒരു സമാധാനം ഉണ്ടാകും. അപ്പോഴും നിങ്ങൾ സ്വസ്ത്രം പറയും, സ്തുതിപ്പും ആരാധനയും നടക്കും, സാക്ഷ്യവും പറയും. അപ്പോഴും നിങ്ങൾ ഓക്കെ ആകും. അപ്പോൾ ദൈവം ഓക്കെ ആകത്തില്ല. എന്താ കാര്യം? 90ാമത്തെ വയസ്സിൽ ഒരു സാധനം പറഞ്ഞുകൊണ്ട് ഇവർ വരും. ഇങ്ങനെ വിഷയങ്ങൾ ഇങ്ങനെ അടിക്കടി കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവരൊരു ദൈവത്തെ ഒരിക്കലും അറിയത്തുമില്ല. അതാണ് പ്രബുദ്ധതയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആധ്യാത്മിക പ്രബുദ്ധതയെന്ന് പറയണത് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അതാത് കാലത്ത് ആവശ്യത്തിന് വേണ്ടി ദൈവത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരി ഈ ജീവിതത്തെ തന്നെ നമ്മൾ കീഴടക്കണം.
ദൈവത്തിൽ, ഈ ജീവിതത്തിൽ ദൈവത്തിന്. അപ്പോൾ നമ്മൾ എന്ത് വിഷയം ഉണ്ടായാലും എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളുടെ പ്രഥമ ആവശ്യം ദൈവമായിട്ട് വരണം. അപ്പോഴാണ് ഈ ആധ്യാത്മിക പ്രബുദ്ധത വരണത്. പ്രഥമ ആവശ്യം ദൈവം. ഇപ്പോൾ കഴിഞ്ഞ ദിവസമേ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഒരു സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ലായിരുന്ന ആൾക്കാരെ. പിന്നെ പിന്നെ 3 ദിവസം കഴിഞ്ഞ് പിന്നെ വന്നു. അപ്പോൾ എന്നോട് അവർ പറഞ്ഞ് ഞങ്ങൾ സാക്ഷ്യം പറഞ്ഞെച്ചാന്ന് പറഞ്ഞു. ചില സർക്കിൾ ഇൻസ്പെക്ടർമാരും ഗവൺമെൻറ് ഓഫീസർമാരും ഒക്കെ സാക്ഷ്യം പറയത്തില്ല. എന്താണ്, അവരുടെ പ്രൊഫഷനിൽ ചെല്ലുമ്പോൾ അവർ മറ്റുള്ളവർ ഓഫീസർമാർ ചോദിക്കും, നീ പള്ളികളിൽ നിരങ്ങാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിക്കും. അത് കാരണം അത് പേടിച്ചിട്ട് ഈ ഓഫീസർമാരും ചില ഡോക്ടർമാരും ഒന്നും സാക്ഷ്യം പറയത്തില്ല. അത് ദൈവത്തെക്കാൾ ഉപരി അവരുടെ ഓഫീസിലുള്ള ആൾക്കാരെ പേടിക്കുക. അതാണ് ഈ പ്രബുദ്ധതയുടെ കുഴപ്പമെന്ന് പറയണത്. ദൈവത്തെക്കാൾ ഉപരി ഓഫീസിലുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും. അതിൻ്റെ ഏറ്റവും ഗതികേട് വരുന്നത്, ഒരിക്കൽ എനിക്കറിയാവുന്ന രണ്ട് പേര് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും എനിക്ക് അറിയത്തില്ലല്ല. അപ്പോൾ എനിക്കറിയാവുന്ന പറയുമ്പോൾ ഒന്നെങ്കിൽ എൻ്റെ ഇടവകയുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന് പല പ്രാവശ്യം കൗൺസിലിങ്ങിന് വന്നിട്ട് പേര് ഊരുമൊക്കെ ചില ആളുടെയൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇടവക്കാരാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഒരുത്തിയുടെ കല്യാണം ഇങ്ങനെ നടക്കണില്ല. നടക്കാതെ കുറേ വർഷങ്ങളായിട്ട്. പക്ഷേ അവളും ബ്യൂട്ടിഫുൾ ആൾ, അത്യാവശ്യം ജീവിക്കാനുള്ള മാർഗമുണ്ട്. പക്ഷെ കല്യാണം നടക്കണില്ല. കല്യാണം നടക്കാതെ വന്നപ്പോൾ അവർ വന്ന് ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഉടമ്പടി തുടങ്ങി വരുന്നതേ ഉള്ളൂ, 2017 എന്തോ ആണ് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കല്യാണം നടന്നത്. പിന്നെ അവരിവിടെ കണ്ടിട്ടില്ല, അവിടെ മുഖം കണ്ടിട്ടില്ല. ഇവിടെ ഒരു ദിവസം ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഞാൻ ഒരിക്കൽ ഇവരെ അറിയാമല്ലോ, ഞാൻ ഈ ചേച്ചിയെ കണ്ടു. ചേച്ചിയുടെ മോളുടെ കല്യാണം വരുന്നത്. ഞാൻ ചേച്ചി കല്യാണമൊക്കെ നടന്നല്ലേ, എന്താണ് സാക്ഷിയൊക്കെ പറയാറുന്നതെന്ന് ചോദിച്ചു. പറയണം വെച്ചാന്ന് പറഞ്ഞ് അവർ ന്യൂട്രായിട്ട് എൻ്റെ ഇടയ്ക്ക് നിന്ന് രക്ഷപ്പെട്ടതാണ്. അവർ പറയാൻ ഉദ്ദേശിക്കുന്നില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം എന്നിട്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരെന്താ കാര്യം കണ്ടു കഴിയുമ്പോൾ ഇവരുടെ യഥാർത്ഥ ഫേസാണ് പിന്നെ വരണത്. ഇപ്പം നിങ്ങൾ കാണിക്കണ ഫേസല്ലേ, ഇപ്പം ചുമ്മാ കള്ളത്തരമാണ് കാണിക്കണേ. നിങ്ങൾക്ക് കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ രൂപം കാണും. പക്ഷെ ദൈവത്തിനത് നേരത്തെ അറിയാം. അതാണ് ഈ കുഴപ്പം വരണത്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവരുടെ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതാണ്. നിങ്ങൾ കാര്യം കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ മുഖം വരും. എന്താണ്, അയ്യോ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടുകാരറിയത്തില്ലയോ, ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിൽക്കരുതെന്ന് അറിയത്തില്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് ഇവർക്ക് കുറച്ചിലാണ്. ദൈവത്തെ അവരുടെ പ്രയാസമയത്ത് അവർ പട്ടാങ്ങി വീണ് ഇവിടെ കിടന്ന് ഇവിടെ മറപ്പ് നടക്കിയിരുന്നു. പക്ഷേ കാര്യം കണ്ടു കഴിയുമ്പോൾ യഥാർത്ഥ ഫേസ് വരും. പുറത്ത് വരുമ്പോൾ പറയൂ, ഇപ്പം നമ്മൾ അറിഞ്ഞ് ഞങ്ങളാണ്ട് നിങ്ങൾക്കറിയാവില്ലേ, ഈ പല കല്യാണത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇല്ലാത്തതൊക്കെയാണ് നിങ്ങളുടെ പറയണത്. പല ഇടവക്കാരുമൊക്കെ വന്ന് എൻ്റെ ഇടവകയിലൊക്കെ വന്ന് വാടകയ്ക്ക് താമസിച്ചിട്ട് എൻ്റെ അടുത്ത് കല്യാണത്തിന് വരുമ്പോൾ മകളുടെ കല്യാണമെന്നൊക്കെ പറഞ്ഞ് വരും. ഞാൻ പറഞ്ഞ് നിങ്ങളുടെ പഴയ ചിട്ട കൊണ്ടുവരാൻ പറയും. കാരണം നിങ്ങളവിടെ വെട്ടിപ്പായി നടത്തിയിട്ട് പഴയ ഇടവകയിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുകയാണോ? എനിക്കാണെങ്കിൽ നേരിട്ട് നോക്കി സംസാരിക്കേണ്ട പരിപാടിയാണ് ഉള്ളത്. നിങ്ങൾ പഴയ ഇടവക വല്ല വെട്ടിപ്പോ നടത്തിയിട്ട് നിങ്ങളിവിടെ വന്ന് ഇപ്പോൾ തൽക്കാലം താമസിച്ചിട്ട് ഞങ്ങളുടെ കണ്ണിൽ പൊടി ഇട്ടിട്ട് നിങ്ങൾ കല്യാണം നടത്തിയിട്ട് പിന്നെ തിരിച്ചു പോകാൻ വേണ്ടിയുള്ള പരിപാടി വല്ലതുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഇടവക എടുക്കേണ്ട പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയും. കാര്യം അങ്ങനെ പോയി ഇടവക എടുക്കാൻ നമുക്ക് അനുവാദമില്ല. കോസ്റ്റി ഡോമിസൈൽ എന്ന് പറയും. ഇവർ വാടകക്കാരല്ലേ, തൽക്കാലം താൽക്കാലിക ആൾക്കാരാണ് ഇവിടെ വരും. അപ്പോൾ ഇങ്ങനെ താൽക്കാലിക ആൾക്കാർ കല്യാണത്തിന് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ തരികടയാണെന്നുള്ളത് എല്ലാ വികാരിച്ചന്മാർക്കും അറിയാം. ഒരിക്കലും അച്ഛന്മാർ പൊട്ടന്മാരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളോടത് അവർക്ക് മാന്യന്മാരായതുകൊണ്ട് നിങ്ങളുടെ തട്ടിപ്പ് അവർ നിങ്ങളോട് പറയത്തില്ല.
എനിക്കത്ര വലിയ മാന്യത ഇല്ലാത്തതുകൊണ്ട് ഞാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതാണ് വിഷയം. പറയാൻ വിഷയമൊന്നുമില്ല. ഇത് കറക്റ്റായിരിക്കും കാര്യം. അത് പോട്ടെ, അത് വിഷയമല്ല. ഇത് നമ്മുടെ ഡബിൾ ഫേസ് ഉണ്ട് ആൾക്കാർക്ക്. ഡബിൾ ഫേസ്. ഈ ഡബിൾ ഫേസൊക്കെ നിങ്ങളിപ്പോൾ മനുഷ്യന്മാരുടെ ഇടയിൽ പ്രശ്നമില്ല. ദൈവത്തിരുസന്നിധി ഡബിൾ ഫേസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും നല്ല പെൻഡിങ് വരും. പ്രൈവറ്റ് ലൈഫ് ഒരു രീതിയിൽ പോകും, ദൈവമായിട്ടുള്ള ജീവിതം ആ പ്രാർത്ഥനയും കാര്യമായിട്ട് മുന്നോട്ട് പോകും. ഇത് ടാലി ആകാത്ത കാരണം ഉടമ്പടി ബ്ലോക്ക് ചെയ്ത് നിൽക്കും. ഉടമ്പടി കുഴപ്പമല്ലത്, നിങ്ങൾ ഡബിൾ ഫേസ് കാണിച്ചിട്ടാണ്. നിങ്ങൾ ദൈവത്തിന് അറിയാം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്ന് തോന്നുന്നത്, ഞാൻ ഫിലാഡൽഫിയ പോയി ധ്യാനിപ്പിച്ചപ്പോൾ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു പാലക്കാരൻ ജോർജ് അച്ഛൻ്റെ പള്ളിയിലാണ് ധ്യാനിപ്പിക്കുന്നത്. അവിടെ ലാറ്റിനിൽ ഒരു അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ട്രിവാൻഡ്രം രൂപതയെന്ന്. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ എന്ത് നല്ല ധ്യാനമാണ് ഈ ഉടമ്പടി. ചിക്കാഗോയിൽ നിന്ന് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊരു നല്ല ധ്യാനമാണിത്. ഞങ്ങളുടെ അപ്പം ചിക്കാഗോയിൽ ഞാൻ ധ്യാനം നടത്തിയിട്ടാണ് ഫിലാഡൽഫിയയിൽ വന്നത്. ഫിലാഡൽഫിയയിൽ അച്ഛൻ വന്ന് സഹായിച്ച്. അപ്പം അച്ഛൻ പറഞ്ഞ് ധ്യാനം കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛാ 2 ധ്യാനം കഴിഞ്ഞപ്പോഴായിരുന്നു പറഞ്ഞു, എന്തൊരു നല്ല തങ്കപ്പെട്ട ധ്യാനമായത്, എന്തൊരു അഭിഷേകമാണ് ആൾക്കാർക്ക്, എന്തൊരു മാറ്റമാണ്. പിന്നെ എൻ്റെ ഫോളോ അപ്പ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പം ഞാൻ അച്ഛാ ചിന്തിച്ചത്, പുള്ളിക്കാരൻ പറയുന്നത്, ഞാൻ ചിന്തിച്ചത്, ദൈവമേ 10 സായിപ്പന്മാരാണ് ധ്യാനം കൂടി വെച്ചെങ്കിൽ ഉടമ്പടി ലക്ഷണം മാറിപ്പോയനോന്ന്. ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ 10 സായിപ്പ്, അങ്ങനെ അച്ഛൻ പറഞ്ഞതാണ് എന്നോട്, ദൈവമേ 10 സായിപ്പന്മാരെ വെള്ളക്കാരാണ് ഈ ധ്യാനം കൂടിയിരുന്നെങ്കിൽ, വെള്ളക്കാർ കൂടത്തില്ല, പക്ഷെ കൂടിപ്പോയാൽ പിന്നെ അതിൽ നിന്ന് മാറത്തില്ല അവർ. അതാ വിഷയം. അതാ അങ്ങനെ പറയണത്. 10 വെള്ളക്കാരാണ് ഈ ധ്യാനം കൂടിയിരുന്നെങ്കിൽ ഇപ്പം വിവരം പറഞ്ഞേനോ. എന്താ കാര്യം? ഉടമ്പടി പെർഫെക്റ്റ് ഫോർമുലയാണ്. ഉടമ്പടി പക്ക ബിബ്ലിക്കലാണ്. ഉടമ്പടിയിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാതാവിൻ്റെ മധ്യസ്ഥം കൗദാശിക ജീവിതവും സുവിശേഷ സാക്ഷ്യവും ഉപവി പ്രവർത്തനങ്ങളും നിത്യത വരെയുള്ള എല്ലാ ആഹാരങ്ങളും കോമ്പാക്റ്റാണിത്. അപ്പോൾ ഈ ഇത്രയും നല്ല ഒരു ദൈവികമായ പദ്ധതി ആണ് ഈ മലയാളികളെ കൂടുന്നത്. മലയാളികൾക്കുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, മലയാളി നമ്മളെ തന്നെ നിങ്ങൾ അഭിമാനത്തോടെ പറയണ്ട, നമ്മളൊരു പകുതി ഫ്രോഡ് പാർട്ടിയാണ്. പക്ക കള്ളത്തരം കയ്യിലുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് കാര്യം കാണുന്നവരെ തൽക്കാലമൊക്കെ ഒന്ന് പിടച്ചതിലേക്ക് അവിടെ നിൽക്കും. കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്കൂട്ടാവും. കൃപാസനത്തിൽ പോണതല്ല, ദൈവത്തിൽ നിന്ന് ഈ ആൾക്കാർ പതുക്കെ പോകും. ദൈവത്തിൽ നിന്ന് അത് ഫ്രോഡാണ് ശരിക്കും. എന്താ കൂടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാപഠ്യം ഉള്ളത് കാരണം ഈ ആൾ കാല് കുത്തുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം കാപഠ്യമാണ് കയ്യിലിരിക്കുന്നത്, ചുമ്മാ കാര്യം കാണാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. കുറച്ച് കഴിയുമ്പോൾ ഇയാളെ പൊടി പോലും കാണത്തില്ലെന്ന്. അതുപോലെ തന്നെ ആ ചേടത്തിക്ക് സംഭവിച്ചു. ഞാൻ ചേടത്തിയെ കൈയോടെ പിടിച്ചതാണ്. ഞാൻ പറഞ്ഞ്, നിങ്ങളുടെ മകള് കെട്ടാതെ വീട്ടിൽ നിൽക്കരുന്ന് ഇല്ലേ, നിങ്ങളത് എളിമയോടെ അന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിച്ചപ്പോൾ നിങ്ങൾ നന്ദി പറയണം ദൈവത്തോട്. പറയാ അച്ഛാന്ന് പറഞ്ഞ് ഒരു പാളിപ്പോയി അവിടുന്ന്. അവർ പറഞ്ഞില്ല. പിന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർ പഴയതുപോലെ തന്നെ, പണ്ട് ഇവർ വന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ വന്നത് ആദ്യം കെട്ടാതെ നടന്ന കാലത്ത് ഇവർ വന്നത് അപ്പനും അമ്മയും ഈ മകളും പരിവാര സഹിതമാണ് നിലവിളിക്കാൻ വേണ്ടി വന്നത്. അവർ നിലവിട്ട് കാര്യം കണ്ടുപോയിട്ട് പിന്നെ സാക്ഷ്യം പറയാനോ ദൈവത്തോട് നന്ദി പറയാനോ ഇവർ വന്നില്ല. എന്നെക്കൊണ്ടും ദൈവം ഇവർ നേരത്തെ കാണിച്ച്, ഞാൻ നേരത്തെ ഇവരോട് നേരിട്ട് പറഞ്ഞിട്ട് പോലും അവരവിടുന്ന് കൂട്ടായി. അപ്പോൾ ഇവരുടെ പറ്റിപ്പാണെന്ന് ദൈവത്തിനും അറിയാം. പക്ഷേ എന്ത് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ ഞാൻ എപ്പോഴും നിങ്ങൾ പറയാം, എന്താണ് ഓന്തോടിയ വെയിൽ വരെ, അത്രേ ഓടാൻ പറ്റത്തുള്ളൂ. തൽക്കാലം കാര്യം കണ്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ട് സ്കൂട്ടാകാമെന്ന് വിചാരിച്ചാൽ ഓടാൻ പറ്റത്തില്ല നമുക്ക്. പിന്നെ ഇവർ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഫാമിലി മൊത്തമായിട്ട് കണ്ണീരും കൈയുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? ആ ചെറുക്കനെ കാണാനില്ലെന്ന്. ചെറുക്കനെ ഇന്നുവരെ കണ്ടിട്ടില്ല. അവൻ എവിടെ പോയെന്നറിയാൻ പാടില്ല. ആരോ പറഞ്ഞ് അവൻ എവിടെയോ ഇറങ്ങിയിട്ട് ആരാണ്ടിൻ്റെ കൂടെ പോയെന്ന്. നോക്കി പോട്ടെ, ഇതാണ് വിഷയം. ഇതുപോലെ അതായത് ദൈവത്തിന് ഏറ്റു പറയാൻ ചില ആൾക്കാർക്ക് കുറച്ചിലാണ്. കാര്യം കാണാൻ അവർക്ക് ഭയങ്കര താല്പര്യമാണ്. അവർ നിലവിളിച്ച കന്നും കാലയൊക്കെ കരഞ്ഞു കൂവി അവർ കാര്യം കാണും.
പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്തിനാ അവർ പറയണത്? അത് പോരായ്മയാണെന്നാ പറയണത്. അതാണ് ആ ബൈബിളിൽ ആ വാക്കുണ്ട്. ചില ആൾക്കാർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പോരായ്മയായിട്ട് കരുതുന്നു. ആ വചനം എടുത്ത് എപ്പോഴും നമ്മൾ പറയണ വചനമാണത്. റോമ 1:28. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ജോസഫിനെ വിട്ടുകൊടുത്തല്ലത്, സെൻട്രൽ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന പരിപാടിയാണ്. അതിന് ജാമ്യം കിട്ടത്തില്ല. ഇനി സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നതാ. അത്തമ വികാരങ്ങൾക്ക് അനുചിത പ്രവർത്തികൾക്ക് ദൈവം അവരെ വിട്ടുകൊടുത്തെന്ന്. ഈ നിത്യതയെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തവരാണ് ദൈവത്തെ മഹത്വപ്പെടുത്താതെ നടക്കുന്നത്. അവരവരുടെ ജഡികമായിട്ടുള്ള കുടുംബത്തിൻ്റെ നിലനിൽപ്പൊക്കെ നോക്കും. അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ പോയി സാക്ഷ്യം പറഞ്ഞാൽ ഒക്കെ ഞങ്ങൾക്കത് കേടാണ് എന്ന് ആരെങ്കിലും ജഡിക സന്തതി ലോകസന്തതി പറഞ്ഞാൽ അവരെ പേടിച്ച്, ദൈവത്തെ പേടിക്കുന്നതിനേക്കാൾ അവർ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും കൂട്ടക്കാരെയും തറവാട്ടുകാരെയും പേടിക്കും. കാര്യം തറവാട്ടുകാർ പറയണത് അവർ ഏതോ ഒരു വലിയ പുള്ളികളാണ് പൂർവികർ. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം രക്തം ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ മഹിമ പറഞ്ഞിട്ട് ഇവരെ ഒരു പരുവാക്കി. ചില കുടുംബം കണ്ടിട്ടില്ലേ നിങ്ങളുണ്ടല്ലേ? പല കുടുംബങ്ങളും നോക്കിയാൽ മനസ്സിലാകും. തകർന്ന് തരിപ്പണമായി നാമാവിശേഷമായി ജീവിക്കാനും പൊറുക്കാനും ആരുമില്ലാതെ പട്ടിയും കയറി കിടക്കുന്ന കുടുംബം കണ്ടിട്ടില്ലേ? ഇവരെല്ലാം ഭയങ്കര തറവാട്ട് മഹിമ തലമുറകൾ തോറും പറഞ്ഞു കയറ്റി ദൈവത്തെക്കാൾ വലിയ ആഠ്യത്വം പറഞ്ഞ് വിളമ്പിയ പാരമ്പര്യക്കാരാണ്. പല പാരമ്പര്യക്കാരും ഇങ്ങനെ നിലം പരിശായി കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ? അപ്പോഴെപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം ഇതാണ്: ദൈവത്തെ മറന്ന് ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കണ പോലെ ഒരു കാര്യവും നിങ്ങൾ കുടുംബമോ മഹിമയോ പാരമ്പര്യമോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും നിങ്ങളുടെ ഓഫീസിലെന്ത് വിചാരിക്കും നിങ്ങളുടെ ബന്ധുക്കൾ എന്ത് വിചാരിക്കും ക്ലബ്ബുകാരെന്ത് വിചാരിക്കും നിങ്ങളെ കുറച്ച് കാണിക്കുമോ നിങ്ങളെ കുറച്ച് എഴുതി തള്ളുവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങളെ പലരും ദൈവത്തെ ഏറ്റുപറയാത്തത്. പക്ഷെ ചില ആൾക്കാർ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തെ ഏറ്റുപറയണ കാണാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങൾ എനിക്ക് പുതിയ തലമുറയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇപ്പോൾ സഞ്ജു സാംസൺ ക്രിക്കറ്റിലെ, അതുപോലെ തന്നെ ശ്രീജ IFS. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ? അവർക്ക് കിട്ടിയ ആ ഒരു അനുഗ്രഹത്തിന് അവർ ദൈവത്തെ ഇങ്ങനെ ഏറ്റുപറയണ കേൾക്കാൻ എന്ത് രസമാണ്. അപ്പോൾ പുതിയ തലമുറ കുറച്ച് ബോധം വെച്ചിട്ട് അവർ കൃത്യമായി വിശ്വാസത്തിലേക്ക് വരിക മാത്രമല്ല വിശ്വാസം ഏറ്റു പറയുന്നുണ്ട്. ഇപ്പോൾ ലോകോത്തരവുമായ ദേശീയ വിജയം കൈവരിക്കുമ്പോഴും അതിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് സംസാരിക്കാൻ വേണ്ടി മാത്രം പുതിയ തലമുറ നട്ടലുള്ള തലമുറയാണ് വരണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന പിതാവേ നന്ദി പിതാവേ മഹത്വം ഇവരുടെ മുമ്പിൽ ഏറ്റുപറയാനുള്ള വലിയ അഭിഷേകം എന്തു ചെയ്തു നന്ദി ചൊല്ലിടുന്നു എന്റെ കൊച്ചു ജീവിതത്തെ നിന്നെ മുൻപിൽ കാഴ്ചയേകിയ ഇത്ര നല്ല ദൈവത്തോട് എന്തു ചെയ്തു നന്ദി ചൊല്ലിടുന്നു എന്റെ കൊച്ചു ജീവിതത്തെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എൻ്റെ സഹോദരനെ കൊതിക്കേണ്ട ദൈവത്തോട് പറയണ ദൈവമേ എൻ്റെ ഈ ചേറ്റിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുക. എന്തിനാണ് രക്ഷപ്പെടുത്തുന്നത്? എനിക്ക് നിനക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ്, നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അത് പറയണം.
നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ എന്താ ഈ സാക്ഷ്യം ഞാൻ തുടങ്ങി വെച്ചതെന്ന് വെച്ചാൽ, അതായത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, 2 ഷാലു സംഗീത് 2 പേര് ഒരു സാക്ഷ്യം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ ഷാലു എന്ന് പറയുന്നത് വൈഫാണ്, അതുപോലെ സംഗീതം എന്ന് പറയുന്നതാണ് ആ സർക്കിൾ ഇൻസ്പെക്ടർ. അപ്പോൾ ഇവർ നമ്മുടെ ഉടമ്പടി മാതാവ് തരണ ഒരു കാലം ഉണ്ടായിരുന്നു, അതായത് 2014. ഇപ്പോൾ ഉടമ്പടി വന്നില്ല. ഉടമ്പടിയുടെ പ്രാഥമികമായ പ്രത്യക്ഷിക പ്രാർത്ഥന കിട്ടിയത് 2014. അപ്പോൾ 2014 13 വന്ന ആൾക്കാരാണ് ഈ ഷാലുവും സംഗീതവും. അപ്പം അന്ന് അങ്ങേര് പോലീസാണ്, SI ആണോ എന്നറിയത്തില്ല, ഇന്നിപ്പോൾ സർക്കിളാണ് അങ്ങേര്, അന്ന് പോലീസാണ്. ഷാലു അദ്ദേഹത്തിൻ്റെ വൈഫ്. അപ്പോൾ അവർ വന്നതിന് ശേഷം അവർ വന്നത് കാര്യം, അവർ 2012 മുതലൊക്കെ വരണമെന്ന് തോന്നണം, പക്ഷെ അവർക്ക് മക്കളില്ല. അപ്പം അന്നൊരു 2-3 കൊല്ലമായിരുന്നു മക്കളില്ല അവർക്ക്. അപ്പോൾ അവർ കൗണ്ടൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ മക്കളെ കിട്ടാൻ സാധ്യതയില്ല. വൈഫിന് പീരീഡ്സ് ഇറഗുലർ പീരീഡാണ്, അതുതന്നെയല്ല ഹസ്ബൻഡിന് മക്കളെ കിട്ടാൻ സാധ്യതയില്ല, കൗണ്ടിൻ്റെ പ്രോബ്ലം ഉള്ളതിനെ കിട്ടാനേ സാധ്യതയില്ല. അപ്പോൾ അവരൊരു 2 കൊല്ലം അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചെന്ന്. ഉടമ്പടി ഇല്ല, കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ, ധ്യാനവും കൗൺസിലിങ്ങേ ഉള്ളൂ. ധ്യാനത്തിൽ കൂടും, അച്ഛനെ വന്ന് മെസ്സേജ് എടുപ്പിക്കും, അങ്ങനെയൊക്കെ പോകുന്നൊരു കാലമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ച്. അവർക്ക് ആ കുഞ്ഞിന് കിട്ടാൻ സാധ്യതയില്ലെന്ന്, ഹസ്ബൻഡിന് കൗണ്ട് ഇല്ലാത്ത അങ്ങനെ എന്തോ പ്രശ്നമാണ്. അപ്പോൾ അവർക്ക് കുട്ടിയെ കിട്ടത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവർ 2 കൊല്ലം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും. അപ്പോൾ ഞാനവരെ ഓർക്കുന്നുണ്ട്. കാര്യം ഓർക്കാൻ കാരണം, ഇവരുടെ എവിടെ പോയപ്പോൾ അവർ പള്ളിയിൽ എന്നെ കാണാൻ വന്നപ്പോൾ രാത്രി ഞാനിവിടെ വീട്ടിൽ പോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഓർമ്മയിലുണ്ട് അവർ. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ നമ്മൾ ഓരോ ഇടവകയിലൊക്കെ അന്ന് ധ്യാനിപ്പിച്ച് നടക്കും. ഞാനിപ്പോൾ ഇടവകയിലൊക്കെ ധ്യാനിപ്പിച്ച് നടക്കുന്ന കാലമാണ്. അപ്പോൾ അവരുടെ എവിടെയോ ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഇവരെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ രാത്രിയാണെങ്കിൽ ശരി ഇവരുടെ കൂടെ പോയി അവരുടെ വീട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പോന്നു. അപ്പോൾ അതുകൊണ്ട് ഇവർ ഓർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇവർ എന്നോടൊരു ദിവസം ചോദിച്ചു, ഞങ്ങളിനി കുട്ടികളെ കിട്ടത്തില്ലല്ലോ അച്ഛോ, അപ്പോൾ ഇനി ഞങ്ങൾ അഡോപ്ഷനിലേക്ക് പോകട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വെയിറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചിട്ട് പറയാം. ആരോട്? ഈ വിഷയത്തിൽ ഈശോയ്ക്ക് തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് പിന്നെ വന്ന് ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ചാർട്ടിങ് മെസ്സേജ് എടുത്ത്. കാര്യം 3 കൊല്ലമായിട്ട് നടക്കണമല്ലേ, അപ്പോൾ അവർക്ക് ഇതിനൊരു തീരുമാനം എടുത്ത് കൊടുക്കണം നമ്മൾ. ആ ഉടമ്പടി ഇപ്പോൾ അത് നിങ്ങൾ എന്നോട് സന്ദേശം ചോദിക്കുമ്പോൾ ഞാൻ ഉടനെ നോക്കണം എന്താണ്, ഉടമ്പടിയുടെ മച്യൂരിറ്റി നോക്കും. അല്ല നിങ്ങളിപ്പോൾ ഒന്ന് പുതുക്കിച്ച് വന്നിട്ട് സന്ദേശം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കത്തില്ല. കാര്യം എന്താണ്, നിങ്ങളിവിടെ ഉടമ്പടി വന്നതല്ലേ ഉള്ളൂ. ഉടമ്പടിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ തന്നെ ഉടമ്പടി 1-2 പുതുക്കേണ്ടി വരും. 1-2 പുതുക്കി അത്രയും ധ്യാനങ്ങൾ പുതുക്കിയിട്ടും കാര്യമില്ല. അത്രയും കാലത്തെ ധ്യാനങ്ങൾ കൃത്യമായിട്ട് കൂടണം, അത്രയും കാലത്തെ വചനങ്ങൾ വായിക്കണം. ഇതൊന്നും ചെയ്യാതെ വചനവും വായിക്കത്തില്ല, ധ്യാനവും കൂടത്തില്ല, ഒന്ന് പുതുക്കിച്ച് സന്ദേശം ചോദിച്ചാൽ ഇവരോട് ദൈവം സംസാരിക്കത്തില്ല. അതെനിക്കറിയാവുന്ന കാരണം ഞാൻ സമയം വേസ്റ്റ് ചെയ്യത്തില്ല. കാരണം നമ്മൾ 1-2-3 പുതുക്കണേ എന്തിനാണ്? നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉടമ്പടിയുടെ കമ്പൽസറി ആയിട്ടുള്ള സംഭവമാണ് ഉടമ്പടി ധ്യാനം. ഉടമ്പടി ധ്യാനത്തിലൂടെയാണ് ഈശോ സംസാരിക്കുന്നത്, അപ്ഡേഷൻസ് വരണത്. അതും പിന്നീട് നിങ്ങൾ ദിവസവും വായിക്കുന്ന ധ്യാനങ്ങൾ, വചനങ്ങൾ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഉപവിപ്രവർത്തനങ്ങൾ, സുവിശേഷ വേലകൾ, ഇതൊക്കെ ചെയ്തു വരുമ്പോൾ ദൈവമായിട്ട് നല്ലൊരു പരുവം വരും. ദൈവമാണെങ്കിൽ ലോക പിശുക്കാണ്, ഒരുമാതിരിപ്പെട്ട മനുഷ്യനോട് ഓപ്പൺ ചെയ്യത്തില്ല. അതാണ് വിഷയം. കർത്താവ് മിണ്ടിയില്ലെന്നൊക്കെ പറയത്തില്ലേ, അതുപോലുള്ള സിറ്റുവേഷനാണ്, മിണ്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെറുതെ മെസ്സേജ് എടുക്കാൻ പറ്റത്തില്ല. ഇവർ 3 കൊല്ലമായപ്പോൾ എനിക്കൊരു ബാധ്യതയുണ്ട്, ദൈവത്തിനൊരു ബാധ്യതയുണ്ട്. എനിക്ക് മാത്രമല്ലല്ല ബാധ്യത. 3 കൊല്ലം കർത്താവിൽ നിന്ന് വിളിച്ച് ഒരു കാര്യത്തിൽ നടക്കണ ദൈവത്തിനും ബാധ്യതയില്ലേ? അപ്പോൾ ഇവർ സത്യസന്ധമായിട്ട് വിശ്വസ്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്നോട് ചോദിക്കണം, ഞങ്ങൾ അഡോപ്ഷനിലേക്ക് പോട്ടെ, ദത്തെടുക്കട്ടെ എന്നാണ് ചോദിക്കണത്. ദത്തെടുക്കണമെങ്കിൽ ഒരു പ്രായമുണ്ടല്ലോ. ഇവിടെ 2 പേരുടെയും വയസ്സ് കൂട്ടിയിട്ട് എന്താ 90 താഴെ എന്തൊക്കെ വരണം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ആ പ്രായം കഴിഞ്ഞാൽ പിന്നീട് ദത്തെടുക്കാനും പറ്റത്തില്ല, ആസ്തികൾ കുറഞ്ഞാൽ ദത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ആസ്തികളുള്ള സമയത്ത് ദത്തെടുക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് ഗവൺമെൻറ് അനുവദിക്കും. അപ്പോൾ ഞങ്ങൾ ദത്തെടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്താണ്? ഈ വിഷയത്തിൽ കർത്താവ് സംസാരിക്കും. കാര്യം അതിൻ്റെ ന്യായവും നീതിയൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ട് ചാർട്ടി മെസ്സേജ് ഇട്ടിട്ട് അവരെ കൊണ്ട് അടയാളപ്പെടുത്തി എടുപ്പിച്ചു. അവരറിയാത്ത മെസ്സേജ് അവരെ കൊണ്ട് അടയാളപ്പെടുത്തി എടുപ്പിച്ചു. അപ്പോൾ ഷാർപ്പായിരിക്കും അത്. അപ്പോൾ ഞാൻ പറഞ്ഞ് അഡോപ്ഷൻ എടുക്കേണ്ടെന്ന് ഈശോ പറയണം. അഡോപ്ഷൻ എടുക്കരുത്, വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യാൻ, അഡോപ്ഷൻ എടുക്കരുത്, നിങ്ങൾ ഒരു കാരണവശാലും ദത്തെടുക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴേ അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് എന്നോട് ചോദിക്കാം, എത്ര കാലം വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് ചോദിക്കാം. ആ ഒരു വിശ്വാസികളായതുകൊണ്ട് അവരത് വിഷയത്തിനാണ് പ്രാധാന്യം കൊടുത്തെങ്കിൽ അവർ ചോദിക്കും എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന്. ആ ഒരു വിഷയത്തിനല്ല പ്രാധാന്യം കൊടുത്തത്, ദൈവത്തിനായതുകൊണ്ട് എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചില്ല. അപ്പം നമുക്ക് ഈ ആൾക്കാരുടെ വർത്തമാനങ്ങൾ നമുക്കറിയാമല്ലോ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്ന ലാംഗ്വേജ് എല്ലാം സ്കാൻ ചെയ്ത് പോകുകയെ. അതുകൊണ്ട് അതെന്താ സംഭവിക്കണമെന്നൊക്കെ നമുക്കറിയാം. എന്ത് അരൂപിയാണ് ഇവർ നയിക്കപ്പെടുന്നത്, ഇവരുടെ അരൂപിയുടെ ലെവൽ എന്താണെന്ന് അറിയാൻ പറ്റും. ഈ അരൂപിയുടെ ലെവൽ മോശമാണെങ്കിൽ ചിലപ്പോൾ അപ്പം തന്നെ ആളെ ക്യാൻസൽ ചെയ്യും. കാര്യം ഇവരോട് നമുക്ക് സംസാരിച്ചിട്ട് കാര്യം, ഒരു ജന്മം പാഴാകുമെന്നല്ല സംസാരിക്കുക. കാര്യം അവരുടെ അരൂപി മോശമാണ്. അതുകൊണ്ട് ഇവർ ചോദിക്കണത് എന്താണ്? എത്ര കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചില്ല. എന്താ കാര്യം? കർത്താവാണ് സംസാരിക്കണമെന്ന് അവർക്കറിയാം. കർത്താവാണെങ്കിൽ എത്ര കാലം വെയിറ്റ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അവർ കൊച്ചിനെയാണ് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ചോദിക്കും എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന്. കാര്യം ഈശോയുടെ ഒരു ഡിസേൺമെൻ്റ് എന്ന് പറയണത് എപ്പോഴും ഈശോ നോക്കണത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അത് ഉടമ്പടി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളൊരു സത്യമാണ്. അതെപ്പോഴും നിങ്ങൾ കരുതണം. വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. അതായത് ഇപ്പം അച്ഛനോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം, ഇത് ഡിസൈൻ ചെയ്ത് പോവുകയാണ്, സ്പോട്ടിൽ ഡിസൈൻ ചെയ്ത് പോവുകയാണ്. എന്ത് അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? ഭയങ്കര സീരിയസ് വിഷയമാണത്. എല്ലാ കാര്യവും പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ള കാര്യം അത് നിങ്ങൾ എന്ത് പറയുന്നെന്നല്ല, നിങ്ങൾ ആരാണെന്നുള്ളതാണ് ഇവിടെ റിസൾട്ട് എടുക്കണത്. നിങ്ങളെന്ത് പറയണ കാര്യമല്ല പ്രശ്നം. നിങ്ങൾ പറയുന്ന ആ പറച്ചിലൂടെ തന്നെ നിങ്ങൾ ആരാണെന്നുള്ളത് ദൈവം ഉടനെ നിങ്ങൾ കമ്മ്യൂണിക്കബിൾ, ദൈവത്തിന് സംസാരിക്കാൻ പറ്റിയ ആളാണോ, ദൈവത്തിന് നിങ്ങൾക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആളാണോ എന്ന് നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്ന് തന്നെ പിടികിട്ടും. അതാണ് ഈ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഇത് ഈ വചനം ഒന്ന് ടിപ്പണിയിലേ ഉള്ളത്, നേരിട്ട് ബൈബിളിലില്ല. അതിൻ്റെ നോട്ടിലാണ് ഉള്ളത്. ഇത് എന്താ പറയണത്? ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഇത് ഭയങ്കര അപകടമാണിത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമുക്ക് പറ്റുന്ന ഒരു അപകടം ഇവിടെയാണ്. ഈ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും അത് തുടങ്ങുമ്പോൾ തന്നെ ഫേക്കായിട്ട് ബ്രാൻഡഡ് ആവും. എന്താ കാര്യം? മോശം അരൂപിയിൽ നിന്ന് ആ പ്രാർത്ഥന വരണത്. അത് എപ്പോഴും നിങ്ങളിത് ഈ നാട്ടുകാരോടും ഈ മാവേലി സ്റ്റോറിലും ത്രിവേണി സ്റ്റോറിലൊക്കെ പോയിട്ട് വായി തന്നുന്ന കാശുണ്ടെങ്കിൽ കാണണമെല്ലാം മേടിക്കണമല്ല ഈ പ്രാർത്ഥന എന്ന് പറയണത്. പ്രാർത്ഥന വാ പൊളിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരാണെന്നുള്ളതിനെക്കുറിച്ച് അടിച്ച് കർത്താവിലേക്ക് വരും. അതാ വിഷയം. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം എന്നല്ല പ്രശ്നം, ഈ പ്രാർത്ഥിക്കുന്ന ആൾ ആരാണെന്നാണ് നോക്കണം ബൈബിള്. ഇത് ഭയങ്കര സീരിയസാണ്. നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കണം എന്നല്ല വിഷയം, പ്രാർത്ഥിക്കുന്ന ആൾ ആരാണെന്നാണ് ആദ്യമേ സ്കാൻ ചെയ്യണത്. പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആത്മാക്കളുണ്ട് സ്റ്റേജ്. കാര്യം ഇപ്പോൾ ദുഷ്ടാരൂപി ഒന്നുണ്ട്. ദുഷ്ടാരൂപി അതിന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അത് ഉടമ്പടി എടുത്തിട്ടും കാര്യമില്ല. നമ്മുടെ കടലാസ് പോകുന്നില്ല, അത് എന്താ പ്രയോജനം? കയ്യിരിക്കണം മൊത്തം ദുഷ്ടത്തരായിരിക്കും. ദുഷ്ടത എന്താ വിഷയത്തിൽ
ചില കർത്താവ് ആൾക്കാരെ, ശിഷ്യന്മാരെ, സുവിശേഷകരൊക്കെ പറഞ്ഞു വിടുമ്പോൾ എന്താ പറയണത്? ഇതാ ഞാൻ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരം തരുന്നു. അപ്പം സർപ്പങ്ങളുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവും. സർപ്പത്തിൻ്റെ സ്വഭാവം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണം. എന്താണ് കാര്യം? സർപ്പം വാ പൊളിച്ചാൽ ഒന്നെങ്കിൽ കൊത്തിയിരിക്കും, അല്ലെങ്കിൽ വിഴുങ്ങിയിരിക്കും. രണ്ടേ നടക്കത്തുള്ളൂ, വേറെ ഒന്നും നടക്കത്തില്ല. ഒന്നെങ്കിൽ മറ്റുള്ളവനെ പറ്റിച്ചിരിക്കും, അല്ലെങ്കിൽ അവനെ ഉപദ്രവിച്ചിരിക്കും. എത്ര ഉടമ്പടി എടുത്ത് ഏത് സാക്ഷ്യം പറഞ്ഞാലും കയ്യിരിപ്പ് ദുഷ്ടത്തരമാണെന്നുണ്ടെങ്കിൽ ആ അരുവി ദുഷ്ടാത്മാവാണ്. അതെപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു, ദുഷ്ട അരൂപിയാണോ നിങ്ങളെ നയിക്കണത്? ദുഷ്ടാരൂപിയാണ് നയിക്കണമെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ദുഷ്ടാരൂപിയുടെ പ്രവർത്തന രീതികൾ എന്താണ്? കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്, അല്ലേ? അതാണ് വിഷയം. ഒന്ന് പറഞ്ഞേ. കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അപ്പം കള്ളൻ എന്ന് പറയുമ്പോൾ ഈ കള്ളനാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ യോസപ്പച്ചനെയും പണിയാവും, കൃപാസനത്തിനും പണിയാവും. എന്താണ്? കള്ളനാണ് ഉടമ്പടി കള്ളിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവരുടെ പരിപാടി എന്താണ്? കൊള്ളുക, നശിപ്പിക്കുകയാണ് അവരുടെ പരിപാടി. ഇപ്പം മകൾ വന്ന് പറഞ്ഞ, അമ്മ അവിടെ ഭയങ്കര ഞെരുക്കമാണമ്മ, എനിക്കൊരു വിലയുമില്ലമ്മ. അവിടെ അമ്മ പറയും, അവനിങ്ങോട്ട് വരട്ടെ. എന്തിനാണെന്നറിയാവോ? അപ്പം അമ്മയുടെ കയ്യിൽ ദുഷ്ടത്തരമുണ്ട്. എന്താണ്? ഈ ഇവള് പറഞ്ഞിങ്ങനെ ഇവളൊരു പാഴ്ജന്മമാണ്, വീട്ടിൽ ഒരു പണിയും ചെയ്യത്തില്ല, ഇങ്ങനെ എന്നാ പഠിക്കത്തുമില്ല. എന്തല്ല ഈ അമ്മയുമായിട്ട് ഭയങ്കര ഗുസ്തിയായിരുന്നു കല്യാണം കഴിക്കണവരെ. ഈ സാധനത്തിനാണ് പാക്ക് ചെയ്ത് വേറെ കുടുംബത്തിൽ ബോംബ് വെച്ചിരിക്കണ പോലെ പെമ്പിച്ചിരിക്കണത്, മിസൈൽ വിട്ടിരിക്കണ പോലെ വിട്ടിരിക്കണത്. സാധനത്തിന് ഒരു മിസൈൽ അവിടെ പോയി പൊട്ടിയിരിക്കണേ, അവിടെ പലരുടെയും മോന്തയില്ല ആ സാധനം. അപ്പം ഇവിടെ വന്നപ്പോൾ അമ്മ ഉടനെ ഇവളുടെ ഇത്രയും നാൾ അമ്മയുമായിട്ട് ഇടിയായിരുന്നു കെട്ടണവരെ. കെട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് പണിയായി കഴിഞ്ഞപ്പോൾ ഇപ്പം അമ്മ ന്യൂട്രലായിട്ട് അവൻകിടെ വരട്ടതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അമ്മ എന്താ ചെയ്യണത്? അവൻ്റെ ആ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവും കളക്ട് ചെയ്യും. എന്നിട്ട് നിരന്തരം ഇവളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് പറ്റിയ അബദ്ധമാണ്. ഇപ്പം ചെറുക്കനെ അപ്പനെ കാണാൻ പറയും, എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിച്ചതാണ്, അതിനിപ്പോൾ എന്ത് പറ്റിയിടി? ഓ, നമ്മുടെ മകളുടെ ജീവിതം തീർന്ന്. എവിടെ തീർന്ന്? ഇവളാണ് അവിടെ പോയി തീർത്തിരിക്കണത്. അത് അപ്പം അപ്പനും പ്രശ്നമായി. അപ്പം എന്ത് പറ്റി? അതായത് വളരെ സൂചിക്കെടുക്കാവുന്നൊരു വിഷയമാണ് അത്. അമ്മ തൂമ്പാക്കെടുക്കുന്ന രീതിയിലാക്കിയിരിക്കുകയാണ്. ആരെ നശിപ്പിക്കണം? ആ കുടുംബത്തെ. കള്ളിയാണ്. ഈ കള്ളി വന്ന് ഉടമ്പടി എടുക്കാൻ പാടില്ല. അതാണ് വിഷയം. കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ആ കുടുംബം നശിപ്പിക്കാൻ വന്നിരിക്കണേ. ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ ആ കുടുംബത്തിൻ്റെ എല്ലാ മോശക്കാര്യങ്ങളും നിങ്ങൾ ഇല്ലാത്തതൊക്കെ എല്ലാ അയൽവാസികളോടും നാത്തുവിനോടും അവരോടും ഇവരോടും അവരുടെ അകന്ന ബന്ധുക്കളൊക്കെ ഫോൺ കളക്ട് ചെയ്ത് വിളിച്ചുകൊണ്ട് ചോദിക്കും. എന്നിട്ട് ഓരോ കാര്യം ആ വീട്ടിൽ നടക്കണതെല്ലാം നിങ്ങൾ മൊബൈലെടുത്ത് അവിടെ ഇവിടെയൊക്കെ വിളിച്ച് പറയും. എന്നിട്ട് അവരുടെ ബന്ധുക്കൾക്ക് അവസാനം പേർക്ക് നിങ്ങൾ ആ കൊച്ചിനെ കൊണ്ടുവന്ന് കൊല്ലുകയാണ് അവിടെ ബന്ധുക്കൾ. അപ്പോൾ ഇവർ മനസ്സറിഞ്ഞ് കാണത്തില്ല. അവരുടെ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. ചെറുക്കൻ്റെ ബന്ധുക്കളെ വിളിച്ചിട്ട് ചെറുക്കൻ്റെ ബന്ധുക്കൾ വന്ന് അവരുടെ വീട്ടിൽ ചോദിക്കണേ, എന്തൊക്കെയാണ് കേൾക്കണത്? എപ്പോഴും കഷ്ടമാണ്. നിങ്ങൾ ആ കുഞ്ഞിനെ ഇവിടെ നിർത്തത്തില്ലേ? നിങ്ങൾ അപ്പോഴെന്താണ് വിഷയം വന്നപ്പോഴെന്ത് പറ്റി? ഈ ചെറുക്കൻ്റെ വീട്ടുകാരൻ നിർത്താത്തത് കൊണ്ടാണ് അവളവിടെ പോയി നിൽക്കണമെന്നാണ് പറഞ്ഞത്. അതല്ല സംഭവം. അമ്മ അവളുടെ ശമ്പളത്തിൽ കണ്ണ് വെച്ചിട്ട് അവളെ കൊണ്ട് വീട്ടിൽ നിർത്തിയിട്ട് വേല എടുപ്പിച്ച് തിന്നുകയാണ്. അതാണ് വിഷയം. അപ്പോൾ അതിന് നേരെ മറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാശും പോയി, കല്യാണവും പോയി, കുടുംബവും പോയി, പിന്നെ എന്ത് പറ്റി? ചീത്തപ്പേരുമായി. ഒരു സാധനത്തെ കെട്ടിയപ്പോൾ ഉണ്ടായ കുഴപ്പമാണ് ഇതാരുണ്ടാക്കിയതാണ്? ഈ പെണ്ണിനെ തള്ള ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ഇതാണ് നശിപ്പിക്കുക എന്ന് പറയുന്നത്. കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇതാര് കള്ളിയാണ്? ഇവിടെ കുഴപ്പമെടുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ കൃപാസനത്തിനും പണിയാകും, ജോസപ്പച്ചനും പണിയാകും. എന്താ കാര്യം? ഈ സാധനത്തിൻ്റെ കാര്യം നടക്കത്തില്ല. കർത്താവ് നിങ്ങളെ വിഷയമല്ല നോക്കണത്, ആളെ നോക്കും. ആരാണ് ഈ ഉടമ്പടി എടുത്തിരിക്കണമെന്ന് നോക്കും. ആൾ പറ്റിപ്പാടാൻ നോക്കും. അതുകൊണ്ട് ഉടമ്പടിക്ക് മുമ്പേ ആദ്യം പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ്? അനുതപിക്കുക. അതാ വിഷയം. ഉടമ്പടി തന്നപ്പോൾ അമ്മ ആദ്യം പറഞ്ഞത് എന്താണ്? അനുതപിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും.
അത് ബാക്കിയുള്ളത് അണ്ടർസ്റ്റുഡ് അല്ലേ? അനുദപിച്ചില്ലെങ്കിൽ ശാപം കിട്ടുമെന്നാണ് ഈ പറയണത്. അത് പറയത്തില്ല, വന്ന് മേടിച്ചാൽ മതി. മനസ്സിലായില്ലേ? അനുദപിച്ചാൽ ഒന്ന് പറഞ്ഞേ, അനുദപിച്ചാൽ Take the word of God. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 1:19. യെശയ്യാ 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും. അപ്പൊ പല ആൾക്കാരും ധിക്കാരത്തിലല്ലേ? ഉടമ്പടി 3 പുതുക്കിയിട്ടും അവരുടെ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടാവും. അവർക്ക് മിണ്ടാതിരിക്കുന്ന ശത്രുക്കൾ ഇപ്പോഴും ഇല്ലേ? അവർ പാരയെ സൂചിയും വെക്കുന്നത് എന്തുമാത്രം ആൾക്കാരാണുള്ളത്. അവർ 3 പുതുക്കിയും 4 പുതുക്കിയിട്ടും അനുദപിക്കാതെ ധിക്കാരം തുടരുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണത്? അനുദപിച്ചൊരു ഐശ്വര്യം പ്രാപിക്കും, അനുദപിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഉറപ്പല്ലേ ശാപം കിട്ടുമെന്നുള്ള കാര്യം. ഉടമ്പടി എടുത്ത് ശാപം മേടിക്കുകയാണ് സംഭവം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവം ഒരു അവസരം തന്നിരിക്കുകയാണ്. അനുതാപം എന്ന് പറയുന്നത് ഒരു അവസരമാണ്, പ്രത്യേകിച്ച് നോൻപ് കാലം. ഈ അവസരത്തിൻ്റെ അരുവി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ആക്രാന്തം മൂത്ത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള പരിവേഷം കാണിക്കാതെ, മറിച്ച് ദൈവത്തിൻ്റെ അരുവി പ്രവർത്തിക്കുന്ന, ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യാൻ കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഞാൻ ഓർക്കണേ, അതായത് എന്തുമാത്രം ആൾക്കാർ ഉടമ്പടി എടുക്കുന്നു. നമ്മൾ കുമ്പസാരത്തിന് വേണ്ടി മാത്രം ഒരു ചാപ്പൽ ഉണ്ടാക്കിയിരിക്കണം. അപ്പുറത്ത് അവിടെ ഒരു അച്ഛനെ വെച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും. എത്ര പേര് അവിടെ പോയി കുമ്പസാരിക്കുന്നുണ്ട്? അപ്പോൾ കുമ്പസാരിക്കുന്നവരുടെ തന്നെ എന്തുമാത്രം ഇവരിപ്പോഴും ഉടമ്പടി കുമ്പസാരമല്ല, പണ്ടത്തെ കുഴിയാഴ്ച കുമ്പസാരമാണ് നടത്തുന്നത്. കുമ്പസാരം നടത്തുന്നില്ലെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ നടത്തുന്നുണ്ട്. അതെന്താണ്? ഈ നാട്ടുകാർ മരിക്കുമ്പോൾ അവിടെ പോയി കുഴിയാഴ്ച ചായയും കുടിച്ചിട്ട് കുമ്പസാരം നടത്തുന്നില്ലേ? അതാണ് വെച്ചാൽ ഒരു അനുതാപവും ഇല്ലാതെ വായി തന്നെ വിളിച്ച് പറഞ്ഞിട്ട് കുമ്പസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെയുള്ള കുഴിയാഴ്ച കുമ്പസാരം ഉടമ്പടിയിൽ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? ഉടമ്പടി എടുക്കുമ്പോൾ ദൈവവുമായിട്ട് ബയലാട്ടർ എഗ്രിമെൻ്റാണ്. ദൈവം ഒരു വ്യക്തി, നിങ്ങളൊരു വ്യക്തി. ആ ദൈവത്തോട് ഉടമ്പടി എടുക്കാൻ ഞാൻ ദൈവത്തെപ്പോലെ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ, ആദ്യത്തെ ഉടമ്പടിക്കാരനോട് ദൈവം എന്താണ് ആവശ്യപ്പെട്ടത്? നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം. പിന്നെന്താ പറഞ്ഞത്? നീ പരിശുദ്ധനാണ്, വിശുദ്ധി പാലിക്കണം. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞത്. നീ എൻ്റെ മുമ്പാകെ ഉണ്ടാവുക, വിശുദ്ധി പാലിക്കുക. അപ്പൊ നോൻപിന്റെ അരൂപിയും നമ്മൾ ഉടമ്പടിയുടെ ധ്യാനങ്ങൾ കൂടുമ്പോഴേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ചിലപ്പോൾ അനുഗ്രഹങ്ങൾ ദൈവം തന്നു കാണും, അത് നിങ്ങളുടെ പാപത്തിന് കിട്ടിയ ലൈസൻസ് അല്ല. ചില ആൾക്കാർ പറയും ഞാൻ മാറ്റമൊന്നുമില്ല, ഞാൻ പഴയ ആൾ തന്നെയായിട്ട് ജീവിക്കണം, എന്നാലും എനിക്ക് ഉടമ്പടി വെച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയല്ല എന്ന് ഓർക്കും. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ചില ആൾക്കാർ ചില വിഡ്ഢികളെ ധരിക്കണം അങ്ങനെയാണ്. എടാ ഞാൻ പാപിയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കുമോ? ഞാൻ ഉടമ്പടി വെച്ചിട്ടും ഞാൻ പറഞ്ഞതെല്ലാം കിട്ടിയല്ല എനിക്ക്, അപ്പോൾ എൻ്റെ പാപം ദൈവം അംഗീകരിച്ചെന്നില്ല. അതല്ല പ്രശ്നം. നിൻ്റെ പാപാവസ്ഥ വെച്ചുകൊണ്ട് ദൈവം നിനക്കൊരു അനുഗ്രഹം തന്നാൽ ദൈവം പ്രീസപ്പോസ് ചെയ്യണം എന്താണ്? നീ അത് മനസ്സിലാക്കിയിട്ട് അനുതാപത്തിലേക്ക് വരും. പക്ഷേ നീ എന്ത് ചെയ്യും? പറവനെ പോലെ പിന്നെയും കഠിനമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ദൈവം അനുദപിക്കാനുള്ള പുസ്തകം എടുത്തുകൊണ്ട് പോകും. ഇനി നീ അനുദപിക്കണ്ടെന്ന് പറയും. കാര്യം അനുതാപമില്ലാത്ത അവസ്ഥയായിട്ട് പോലും ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, എന്നിട്ട് നീ അതിൽ വളമായിട്ട് എടുത്തുകൊണ്ട് ആ കഠിന ഹൃദയത്തോട് തന്നെ ജീവിച്ചു. നീ ഇനി അനുദപിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയും. കാര്യം അനുദപിക്കാൻ നമുക്ക് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അനുദപിക്കാൻ പറ്റത്തില്ല. അസ്വീകാര്യമായ ദിവസം വരും. അനുതാപത്തിനുമുണ്ട് സ്വീകാര്യ സമയവും
അസ്വീകാര്യമായ സമയവും. ദൈവം കാത്തിരുന്ന ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നീ അനുദപിച്ചാലും സ്വീകാര്യമായിരിക്കത്തില്ല. അതുകൊണ്ട് രക്ഷയുടെ ദിവസം എന്നൊക്കെ പറയണത് സ്വീകാര്യമായ സമയം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 6:2. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൊരിന്തോസ് 6:2. 2 കൊരിന്ത്യർ 6:2. അവിടുന്ന് അരുൾ ചെയ്തു, അവിടുന്ന് അരുളി ചെയ്തു, സ്വീകാര്യമായ സമയത്ത് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. രക്ഷയുടെ ദിവസം. അപ്പൊ അനുദപിക്കാൻ ഒരു കാലമുണ്ട്. ഈ അനുഗ്രഹത്തിൻ്റെ കാലം എന്ന് പറയുന്നത് തന്നെ അനുതാപത്തിൻ്റെയും കാലമാണ്. അനുഗ്രഹത്തിൻ്റെ കാലത്ത് അനുദപിച്ച് മാറിയില്ലെങ്കിൽ പിന്നെ 12:7 വർക്കൗട്ട് ചെയ്യും. 12:7 ഹെബ്രായർ 12:7 എന്താണ്? അവൻ അനുദപിച്ചു പക്ഷെ സ്വീകരിച്ചില്ലെന്ന്. കാര്യം അനുദപിക്കണം. ദൈവം നൽകിയ ഒരു സമയമുണ്ട് അനുദപിക്കാൻ. അത് നോൻപാകാം, അനുഗ്രഹത്തിൻ്റെ കാലമാകാം. ഈ പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ ഈ നിർദ്ദിഷ്ട സമയത്ത് അനുദപിച്ചില്ലെങ്കിൽ പിന്നത്തെ അനുതാപം സ്വീകാര്യമല്ല, അസ്വീകാര്യമാണ്. ഇങ്ങനെ കുറേ ആൾക്കാർക്ക് അക്കിടി പറ്റിയിട്ടുണ്ട്. സമയം തെറ്റി അനുദപിക്കും. ഈ സമയം തെറ്റി മാവ് പൂത്താനുള്ള അവസ്ഥ എന്താണ്? പുഴുകേറി നശിച്ചു പോകും. എല്ലാത്തിനും സമയമില്ലേ ദൈവം വെച്ചിരിക്കണത്? സമയം ഒന്ന് മാവ് പൂക്കണം എന്ന് നോക്കിയേ, ഒന്ന് സമയം തെറ്റി പൂത്ത് നോക്കിയേ, ഒരു സാധനം നമുക്ക് കിട്ടത്തില്ല. സമയത്തിന് മുമ്പേ പൂത്താലും പ്രശ്നമാണ്. മഞ്ഞ് കയറി എല്ലാം അടന്ന്, കുണ്ണികളെല്ലാം അടന്നു പോകും. അനുതാപത്തിനൊരു ടൈമുണ്ട്. അതാണ് സഭാപ്രസംഗി പറയണത്. എന്താ പറയണത്? ഒന്നെടുത്ത് ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അതാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അനുദപിക്കാനൊരു സമയമുണ്ട്. അതാണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ കീഴുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്. ജനിക്കാൻ ഒരു കാലം, മരിക്കാൻ ഒരു കാലം, നടാൻ ഒരു കാലം, നട്ടത് പറിക്കാൻ ഒരു കാലം. ഈ അനുതാപത്തിൻ്റെ ഒരു കാലമുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായിരിക്കേണ്ടത്, ഈ എന്തെങ്കിലുമൊക്കെ ഒരു അനുഗ്രഹം കിട്ടുന്ന കാലമില്ലേ? ഇപ്പോൾ കുഞ്ഞുങ്ങൾ പരീക്ഷ ജയിച്ചു, ഓക്കെ, അവിടെ കല്യാണം നടന്നു, നിങ്ങൾ ഉന്തിത്തള്ളി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുമ്പസാരിപ്പിക്കും. പക്ഷെ ആ മഹനീയ കൃത്യം നടന്ന കുടുംബത്തിൽ അപ്പനും അമ്മയും കുമ്പസാരിക്കത്തില്ല. മനസ്സിലായി? അനുതാപത്തിൻ്റെ കാലമാണ്. ആ കുടുംബത്തിൽ കിട്ടിയ അനുഗ്രഹമാണ്. ഒരു കുഞ്ഞ് ജനിച്ചു. ആ ജനിച്ചപ്പോൾ കുഞ്ഞ് എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വേദനിച്ച് വിഷമിച്ച് നടക്കണേ. അപ്പോൾ നമ്മുടെ ദൈവം ഒരു കുഞ്ഞിനെ തരുമ്പോൾ അപ്പോഴേ അതിന് ഒരു അനുഗ്രഹത്തിൻ്റെ എല്ലാ കാലവും അനുദപിക്കാനുള്ള കാലമാണ്. അനുഗ്രഹിക്കും. ഇപ്പം കുഞ്ഞ് ജനിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇടവക വികാരിയാകുന്ന രീതിയിൽ എനിക്ക് പേടിയാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഈ ആചാരാനുഷ്ഠാനം അടക്കം പോലെ തന്നെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയ അപ്പം തന്നെ പിന്നെ നോൻപാളം നോക്കാതെ പോലും മദ്യം വിളമ്പണ കുടുംബങ്ങളുണ്ട്. മദ്യം വിളമ്പണ കുടുംബങ്ങളല്ല പ്രശ്നം. അയാൾ കടമാകുമ്പോൾ അയാൾക്ക് ബുദ്ധി മുതൽ ദൈവം പാഴ് ജന്മം തള്ളിക്കളഞ്ഞ സാധനമായിരിക്കാം. കാര്യം നിൻ്റെ കല്യാണക്കാലം മുതൽ നിൻ്റെ ഭർത്താവ് കുടിക്കണമായിരിക്കും. പക്ഷെ നിങ്ങളത് അംഗീകരിക്കണില്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾ അംഗീകരിക്കുന്നോ? ചില കുടുംബങ്ങളിൽ പെണ്ണുങ്ങളെ ഞാൻ കല്യാണ തലേന്നൊക്കെ ഞാൻ പോകുന്നില്ല. ഇപ്പം എന്നെ പലരും വിളിക്കും, ഇവിടെക്കാരൊക്കെ വിളിക്കും, അച്ഛാ കല്യാണം ഒന്ന് പ്രാർത്ഥിക്കാൻ വരികയില്ല. കാര്യം പെണ്ണുങ്ങളൊക്കെ പൂസായിരിക്കും. അറിയത്തില്ല, കുറേ പുതിയ ജന്മങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് പണ്ട് ഒരു കല്യാണ വീട്ടിൽ രാത്രി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എന്തൊരു അരൂപിയായിരിക്കും അവർക്ക്. ഇന്ന് ആ അരൂപിയെല്ലാം തച്ചുടച്ചത് ആരാണ്? ഈ വീട്ടിൽ എന്ത് നടക്കുമെന്ന് ഇവരുടെ അമ്മ അവിടെയുള്ള ആൾക്കാരെല്ലാവരെയും തിന്മയുടെ ശക്തികൾ കയ്യിലെടുത്ത് അപ്പോൾ അതുകൊണ്ട് ആഭാസത്തരങ്ങളെല്ലാം നടക്കും. ചില ആൾക്കാർ വീടിൻ്റെ 2 നില, ഒരു കാശും ഇല്ലെങ്കിൽ ലോണെടുത്ത് 2 നില എടുത്തിരിക്കണേ. എന്തിനാണെന്നറിയാം? അവിടെ ഇരുന്ന് കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ബിയറും കഴിക്കാൻ വേണ്ടി മാത്രം 2 നില ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടുന്ന് അറ്റാക്ക് വന്നിട്ട് പിടിച്ചോണ്ട് വന്നിട്ട് താഴെ വരുമ്പോൾ തന്നെ ആളുടെ ക്ലോസാകുക കുറയുമ്പോൾ.
ഇതൊക്കെ എല്ലാത്തിനും ടൈമില്ലേ? ചാകാനും ഒരു ടൈമുണ്ടാവും. നിങ്ങൾ ദൈവത്തെ മറന്നൊരു സംഭവം ചെയ്യരുത്. ദൈവമായിട്ട് ജീവിക്കുക വെച്ചാൽ നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്ന പരിപാടിയാണ്. പക്ഷെ അത് അത്രയ്ക്ക് ഈസി അല്ല. ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കെയർലെസ്സായിട്ട് ജീവിച്ച് അനുഗ്രഹങ്ങൾ അടിച്ചു മാറ്റുമ്പോഴും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ പാപത്തിന് ദൈവം ലൈസൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കരുത്. ഏത് സമയത്താണ് ആളെ ഉൾപ്പെടെ പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. എനിക്ക് ചില മരിപ്പിനൊക്കെ അടക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒരു പ്രശ്നം തോന്നാറില്ല. അവിടെ കന്ന കാളെ കൂവി നിലവിക്കുന്നുണ്ടാവും. എനിക്ക് അണ്ണന്മാരുടെ എല്ലാത്തിൻ്റെ അവസ്ഥകൾ അറിയാം. ഇരന്ന് പണി മേടിച്ചിരിക്കുന്നതാണ്. ഇനി റീത്തും പിടിച്ച് പോകാതെ വേറെ മാർഗ്ഗമില്ല. ഇരന്ന് പണി മേടിച്ച് എനിക്ക് ഒരു നിലവിളി കേൾക്കത്തില്ല. കാര്യമൊക്കെ നിങ്ങളുടെ നിലവിളി നേരത്തെ നിലവിളിക്കേണ്ടായിരുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നൊരു കുടുംബം അകലുന്നോ, ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ഉള്ള ആൾക്കാരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് കണ്ണീര് തരും. എന്താ കാര്യം? കണ്ണീര് ദൈവം തരണതാണ്. ദൈവം തരുന്ന കണ്ണീരെന്താണ്? ഒരു മനുഷ്യന് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ, ദൈവ സംരക്ഷണം ഉണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്നൊരു ഇഞ്ച് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് നമുക്ക് ദുഃഖം വരും. പാപത്തെക്കുറിച്ച് വേദന വരും. കർത്താവിൽ നിന്ന് അകന്നു പോകണമല്ലോ. അതിന് എത്രയോ അങ്ങനെ എന്തുമാത്രം കുടുംബങ്ങളുണ്ടെന്നറിയാവോ? നിസ്സാര കാര്യത്തിന് പോലും ദൈവത്തെ അകന്നു പോകുമ്പോൾ വേദനിക്കുകയും വിഷമിക്കുകയും സങ്കടപ്പെടുകയും, എന്നാൽ ദൈവത്തോട് ഒന്ന് ആവരാതി പറയാതെ നിൽക്കുകയും അവിടെ ഉള്ള വിശ്വാസത്തിൽ ജീവിച്ചു പോവുകയും ചെയ്യുന്ന എന്തുമാത്രം കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടല്ലേ ഈ വിശ്വാസം ഇവിടെ നിലനിന്ന് പോണത്. അതുകൊണ്ട് ദൈവവേദലെ ഉടമ്പടി എടുത്തവരാണെങ്കിൽ ഉടമ്പടിയുടെ നിയോഗങ്ങൾ തമ്മിൽ കടിച്ചു തൂങ്ങാതെ ദൈവവും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വിഷയത്തെക്കാളുപരി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവവുമായി ജീവിക്കുന്ന ഒരു ജീവിതം. നമ്മൾ കണ്ട സാക്ഷ്യത്തിൽ പോലീസുകാരനല്ലേ സംഗീത, അദ്ദേഹം കയറി സാക്ഷ്യം പറഞ്ഞിരുന്നു ഭാര്യയുടെ കൂടെ. അപ്പം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ചുകൂടി വൈഫിൻ്റെ കാര്യം, വൈഫ് അവരുടെ ലൈഫ് നോക്കുമ്പോൾ നമുക്ക് എന്നെ കുറച്ച് വല്ലാത്ത രീതിയിൽ സങ്കടപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തികളാണ് ഇവർ. കാര്യം ഇവരെന്നോട് ചോദിച്ചു, അച്ഛാ കർത്താവ് എന്ത് പറയണു, ഞങ്ങൾ ദത്തെടുക്കണമെന്ന് ചോദിക്കുമ്പോൾ മെസ്സേജ് കിട്ടിയത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ദത്തെടുക്കേണ്ടെന്നാണ് മെസ്സേജ് കിട്ടിയത്. അപ്പം ഞാനതനുസരിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, അത് ദൈവം പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ പോയി. അങ്ങനെ 2014 കഴിഞ്ഞു. കൃപാസനം മാറിപ്പോയി. കൃപാസനത്തിൻ്റെ ഫേസ് ലിഫ്റ്റായി. അമ്മയുടെ പ്രത്യക്ഷീകരണം നമ്മളത് ഏറ്റെടുത്ത് പ്രഖ്യാപിച്ചപ്പോൾ അമ്മ പിന്നെ ഇവിടെ സ്ഥിരതാമസമായി, പിന്നെ സഞ്ചാരി മാതാവായി, പിന്നെ ആൾക്കാരുടെ കൂടെ അത് ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വീടുകളിലൊക്കെ പോയി ലക്ഷോപലക്ഷം മനുഷ്യർ ദൈവത്തെ അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും വന്ന്. അപ്പോൾ വന്നപ്പോൾ എന്താ പ്രശ്നം? അവർക്ക് കുഞ്ഞുമില്ല, ദത്തെടുക്കണമെന്ന് അമ്മ പറയുകയും ചെയ്ത്. ഇപ്പോൾ ആ ചേച്ചിക്ക് ക്യാൻസറുമാണ്. അപ്പോൾ ഇതിൻ്റെ ചങ്ക് പൊടിഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതല്ലല്ല പ്രതീക്ഷിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചത് 2014 ദത്തെടുക്കേണ്ടെന്ന് പറയുമ്പോൾ 2016 വരുമ്പോൾ കർത്താവ് ശരിക്കും ഇങ്ങനെയാണ് സംഭവിക്കണത്. കുഞ്ഞിനെ കൊടുക്കുക കർത്താവ്, അങ്ങനെയാണ് ചെയ്യണത്. പക്ഷേ അതിന് പകരം ക്യാൻസറാണ് കൊടുത്തത്. എന്നിട്ട് ഇതിങ്ങനെ ഈ പോലീസുകാരനും ഭാര്യയും കൂടി വരും. ഈ ക്യാൻസറിൻ്റെ സമയത്തും ഈ പോലീസുകാരന് വൈഫിനോട് അതിനെ കൊണ്ടുവരേണ്ട കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നി. ശരിക്കും അയാൾ ഭയങ്കര കരുതലോടുകൂടിയാണ് ആ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അപ്പോൾ അവിടെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ട് മനുഷ്യൻ. കാരണം പ്രാർത്ഥിക്കും തോറും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് അറസ്റ്റ് ചെയ്യാനല്ല പ്രാർത്ഥിക്കണത്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കണത് എന്താണ്? ആ സെക്കൻഡ് സ്റ്റേജിലോട്ട് പോവുകയാണ് സംഭവിക്കണത്. സെക്കൻഡ് സ്റ്റേജിലേക്ക് പിന്നെ 2020 അപ്പോഴത് ഫോർത്ത് സ്റ്റേജായി. ഫോർത്ത് സ്റ്റേജ് ആകുമ്പോൾ ഒരു ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ. ഇവർക്കാണെങ്കിൽ വലിയ തൂക്കമില്ലാത്ത ലേഡിയാണ്. എൻ്റെ അത്രയൊക്കെ ആരോഗ്യമുള്ളൂ. അപ്പോൾ അവർക്ക് ഇത് ഫോർത്ത് സ്റ്റേജ് ആയപ്പോഴുണ്ട് തളർന്ന്. എന്നിട്ട് ഇങ്ങനെ തളർന്നിട്ട് പോലും ഇതിനെ താങ്ങി പിടിച്ചുകൊണ്ട് ഈ ആൾക്കാരെ വന്ന് ഈ മനുഷ്യൻ നിൽക്കും. അപ്പം അന്നേരം പിന്നെ അതിനിടയ്ക്ക് അങ്ങനെ SA ആയി. എന്നിട്ടും വിശ്വാസം വിടാതെ നിൽക്കും.
ഞാനാണെങ്കിൽ വന്ന് കർത്താവിൻ്റെ കാര്യത്തിൽ കിടക്കും. എന്താ കാര്യം? ഈശോ തന്നെ ഈ വിഷയം നേരിട്ട് ഇടപെടണം. ഇത് നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ അകത്ത് അടിക്കടി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചിലപ്പോൾ അവർ വരത്തില്ല. അതാണ് വിഷയം. അവരുടെ ലാസ്റ്റ് സീനാണ് നമ്മൾ കാണുന്നത്, 4th സ്റ്റേജിൽ. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ആയുസ് കണ്ടിച്ചു പോണ പോലെ ഞാൻ കർത്താവിൻ്റെ കാലത്ത് കിടക്കും. എന്നിട്ട് ഞാൻ ചെന്ന് ആ കൈ എടുത്ത് ഇവിടെ തലയിൽ വെക്കും. എന്നിട്ട് പറയും, ശരിയാകും മക്കളെ, കർത്താവ് നമ്മളെ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞു വിടും. അത് കറക്റ്റാണ്, ഞാനല്ല പറയണത്. കാരണം ഞാൻ കർത്താവിൻ്റെ നാമത്തിലല്ല അവരോട് പറയണത്. ആ സ്റ്റേജിൽ പറയാൻ ഭയങ്കര പാടാ ശരിക്കും, ആശ്വസിപ്പിക്കാൻ പാടാ ശരിക്കും. പക്ഷേ ഈ കാലങ്ങളിലെല്ലാം ഇവരിങ്ങനെ വിശ്വാസത്തിൽ നിൽക്കും. അപ്പോൾ ഉടമ്പടിയിലായിപ്പോയി അവർ. ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരിക്കും. ക്യാൻസറിൻ്റെ സ്റ്റേജുകൾ മാറുന്നതനുസരിച്ച് വീണ്ടും ഉടമ്പടി അവർ പുതുക്കിക്കൊണ്ടേയിരിക്കും. ആവുന്നത്ര ആരോഗ്യത്തോടെ അയാൾ ആ ഉടമ്പടിയുടെ ശുശ്രൂഷ പറ്റുന്നത്രയും ചെയ്തുകൊണ്ട് വിശ്വസ്തത പാലിക്കും. ഈ വിശ്വസ്തതയാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. എന്ത് സ്റ്റേജാണെങ്കിലും ആ ഒരു പ്രാർത്ഥനയെന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഒന്നും മാറത്തില്ല. സാധാരണ ഒരു ആൾക്കാർ ഉപയോഗിക്കുന്ന ഫെയ്ത്ത് അല്ല അവർ ഉപയോഗിക്കുന്നത്, വേറെ എന്തൊരു ഫെയ്ത്താണ് ഉപയോഗിക്കുന്നത്. അവർ വിഷയത്തിനേക്കാൾ ഉപരി അവരെ ആങ്കർ ചെയ്തിരിക്കുന്നത് ദൈവത്തിലാണ്. അത് കാരണം ദൈവഹിതം നിറവേറിയാലും അതും ദൈവാനുഗ്രഹമായിട്ട് കരുതിക്കൊണ്ട് പോകുന്ന ഒരു ജീവിത സാക്ഷ്യമാണത്. എനിക്കത് ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട് ശരിക്കും. അപ്പം അതിന് ശേഷം പിന്നീട് ഇവർ വരണത് ക്യാൻസർ സുഖപ്പെട്ടു അവർ പ്രഗ്നൻ്റ് ആയെന്നും പറഞ്ഞാൽ വരണത്. അത് രസമുണ്ട് വിഷയത്തിൽ. പ്രഗ്നൻ്റ് ആണ്, ഇവരുടെ പീരീഡ്സ് കറക്റ്റല്ല. അത് കാരണം ഇവർ പ്രഗ്നൻ്റ് ആയത് ഇവർ അറിയണില്ല. വയറിലുണ്ടാകുന്ന ചില വിഷമങ്ങൾ കാരണം ടെസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോഴാണ് 3.5 മാസമായിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് അറിയണത്. അതാ വിഷയം. അപ്പം കർത്താവ് പറഞ്ഞ വാക്ക് എന്താ വെച്ചാൽ ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ ഒന്ന് പറയണ്ടേ. അതായത് ഇക്കാലങ്ങളിലെല്ലാം ഞാൻ ഇവളുടെ കൂടെയും ഞങ്ങൾ ഒരുമിച്ച് ഈ സങ്കടവും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നെ നിലനിർത്തിയൊരു വാക്കുണ്ട്. അതാണ് വചനത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വചനം എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ നിലനിൽപ്പ് തരും. നിലനിൽപ്പ് വചനം മാത്രമേ തരത്തുള്ളൂ. അനുഗ്രഹം വേറെ, നിലനിൽപ്പ് വേറെ. കർത്താവ് പറഞ്ഞില്ല, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അതാണ് നിലനിൽക്കുക എന്ന് പറയണത്. പല ആൾക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് അനുഗ്രഹം കിട്ടുന്ന കാലം വരെ അവർക്ക് നിലനിൽക്കാൻ പറ്റണില്ല. അതാണല്ല പ്രശ്നം. നമ്മൾ അണ്ടക്കൊണ്ട് വളം വെക്കേണ്ട കാര്യമില്ല. പല ആൾക്കാരുടെയും പ്രശ്നം ദൈവം അവരെ അനുഗ്രഹിക്കും, പക്ഷെ അനുഗ്രഹം കിട്ടുന്ന സമയം വരെ അവർ നിലനിൽക്കത്തില്ല. അവർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഏഷനെ പറഞ്ഞാൽ, കുശുമ്പ് പറഞ്ഞാൽ, അടിയുണ്ടാക്കിയ, വെള്ളമടിച്ച, കള്ളത്തരം കാണിച്ച, ആൾക്കാരെ പറ്റിച്ച ഒക്കെ അവർ ദൈവത്തിൽ നിന്ന് പോകും. അതാണ് നിലനിൽപ്പെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ദൈവത്തിൻ്റെ വചനം അവർക്ക് അറിയത്തില്ല. ആ വചനം ഉണ്ടെങ്കിൽ ഈ ക്യാൻസർ 4th സ്റ്റേജിൽ ഒരു വൈഫിനെയും കൊണ്ട് കഷ്ടത്തിൽ കൈ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനം ആ മനുഷ്യൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. എന്താണ്? ഉടമ്പടി നിങ്ങൾ ഒരു കാരണവശാലും ദത്തെടുക്കരുത്, കർത്താവിൻ്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കാൻ പറയുന്നുണ്ട്. എന്താ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കണത്? ആ കുഞ്ഞിന് വേണ്ടി കർത്താവ് കുഞ്ഞിനെ തരും. അപ്പോൾ പക്ഷെ നമുക്ക് അത് ആ വാഗ്ദാനം വേറെ, അനുഭവങ്ങൾ വേറെയാണ്. അനുഭവം എന്താണ്? ക്യാൻസറാണ്. വാഗ്ദാനം എന്താ പറഞ്ഞിരിക്കണത്? ദത്തെടുക്കേണ്ട, കർത്താവ് കുഞ്ഞുങ്ങളെ തരുമെന്നാണ്. അപ്പോൾ വാഗ്ദാനങ്ങൾ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഈ മനുഷ്യന് നിലനിൽപ്പിൻ്റെ വരം കിട്ടി. നിലനിൽപ്പിൻ്റെ വരം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ നിലനിൽപ്പ് എന്നെ നിലനിർത്തിയത് ഈ 4th സ്റ്റേജ് ക്യാൻസറിലെ വൈഫിനെ ചികിത്സിക്കാൻ നടക്കുമ്പോഴും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് കുഞ്ഞിനെ തരുമെന്ന് പറയുന്ന വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിച്ച് നിലനിൽക്കാൻ കാരണം 2 കൊരിന്ത്യർ 12:9 ഞാൻ എപ്പോഴും പറയുന്ന വചനമാണത്. അത് അദ്ദേഹത്തിന് അഭിഷേകമായി കിട്ടി. ആ വചനം ഒന്ന് കേട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി. നിനക്ക് എൻ്റെ കൃപ മതി. ആ മക്കളില്ലെങ്കിലും ക്യാൻസർ ആണെങ്കിലും വാട്ട് യു നീഡ് മൈ ഗ്രേസ്. നിനക്ക് എൻ്റെ കൃപ. അതാണ് ഇവർക്ക് കിട്ടിയിരിക്കണത്. അനുഗ്രഹമല്ല, കൃപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കെട്ട കാലത്തിലൂടെയാണ് പോണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവിയും പുകയും നീ അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, സന്തത്തിലൂടെ നടക്കും, സന്തം നിന്നെ മുക്കത്തില്ലെന്ന് പറഞ്ഞ പോലെ ഈ മക്കളെ ദൈവം ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അവർക്ക് വിഷയത്തെക്കാൾ ഉപരി ദൈവത്തിൽ ജീവിക്കുന്നു, ദൈവത്തെയും കൊണ്ട് നടക്കുന്നു. ആ ദൈവം നൽകുന്ന ആത്മധൈര്യത്തിൽ അഭിഷിക്തരായിക്കൊണ്ട് ദൈവാനുഭവത്തിൻ്റെ ഒരു യാത്ര ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അതാണ്, ദൈവം ഉദ്ദേശിക്കുന്നതും അതാണ്. അപ്പം ഈ മനുഷ്യൻ ഇതുപോലെ ഒരു സാക്ഷ്യത്തിലേക്ക് വരുന്നതിന് നിലനിൽപ്പ് എന്താ പറയണത്? നിലനിൽപ്പ് ഈ 2 Corinthians 12:9 എന്താണ്? നിനക്ക് എൻ്റെ കൃപ മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. സഫിഷ്യൻറ്റ് വെച്ചാൽ നിനക്ക് എൻ്റെ കൃപ മതി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ ശ്രോതാക്കളോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഈ ബ്ലെസ്സിങ്ങിൻ്റെ സൂചി മാറ്റി കൃപയിലേക്ക് വെക്കണം. കൃപ പവർ ഓഫ് ഗോഡാണ്. ആ പവർ ഓഫ് ഗോഡ് വർക്ക് ചെയ്യണത് ബലഹീനതയിലാണ്. നമുക്ക് എന്തെങ്കിലും ബലഹീനതയുള്ളപ്പോൾ എന്താ സംഭവിക്കണത്? അപ്ലോഡിങ് ടൈമാണത്. ബലഹീനതയുള്ളപ്പോൾ അപ്ലോഡിങ് ടൈമാണ്. മുന്നോട്ട് നിന്നൊരു ഇപ്പോൾ വിമാനങ്ങൾ മോളിൽ ആകാശത്തിന് ഇന്ധനം എടുക്കണില്ലേ? ഇന്ധനം എടുക്കുമ്പോൾ എന്താ ചെയ്യണത്? അത് ആകാശത്ത് നിൽക്കും, ഓടത്തില്ല. ഓടിക്കൊണ്ട് ഇന്ധനം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, നിൽക്കും. അപ്പോൾ ഇന്ധനം പവർ അപ്ലോഡ് ചെയ്യണ സമയത്ത് ജീവിതം നിശ്ചലമായി നിൽക്കും. ജീവിതം മുന്നോട്ടില്ല. 4ാം ക്യാൻസറാണ്, വേറെ പല പ്രശ്നങ്ങളും കുടുംബത്തെയും ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. ജീവിതം മുന്നോട്ട് പോകുന്ന ജീവിതം നിശ്ചലമായി നിൽക്കുന്നു. പരീക്ഷയ്ക്ക് തോറ്റു, ജർമ്മൻ 3 പ്രാവശ്യം എഴുതി, വിസ വരണില്ല, നിശ്ചലമായിരിക്കുന്നു ജീവിതം. ഈ ജീവിതം നിശ്ചലമായിരിക്കുമ്പോഴേ ബുദ്ധിബോധമുള്ളവർ ഓർക്കണം, പവർ അപ്ലോഡിങ് ടൈമാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ നിലവിളിച്ച് ഈ വീട്ടിൽ കാണിക്കുന്ന അഭ്യാസങ്ങളില്ലേ, അത് എപ്പോഴും ഏറ്റവും അഭ്യാസങ്ങൾ കാണിക്കുന്നത് എല്ലാവരും കാണിക്കും. നിങ്ങളെ എല്ലാം പലരും നശിക്കാൻ കാരണം നിങ്ങളെ മോശം റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ കാണിക്കുന്ന അഭ്യാസങ്ങളാണ്. ചില ആൾക്കാർ 3 ദിവസം തന്നെ തലേണിയെ കമന്ന് കിടന്ന് ഭക്ഷണം കഴിക്കാതെ കിടക്കും. പിന്നെ വിശക്കുമ്പോഴത്തേക്ക് കഴിക്കുക, അത് വേറെ വിഷയം. എല്ലാ അഭ്യാസങ്ങളല്ലേ, ജനിച്ച കാലം മുതൽ കാണിക്കുന്ന അഭ്യാസങ്ങളല്ലേ. പക്ഷേ ഈ അഭ്യാസം നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാനും ഇനിയും B2വിന് കാശ് വേണമല്ലോ. അപ്പം പറയും എവിടെ നിന്ന് കൊണ്ടുവരാൻ, അവൾ പണിക്ക് പോകാൻ പറയും. അത് പറയാതിരിക്കാൻ അപ്പൻ്റെ വാപൊത്താൻ വേണ്ടി കമന്ന് കിടക്കണത്. അപ്പോൾ അപ്പം വരുമ്പോൾ അമ്മ പറയും അവളെ കമന്ന് കിടക്കുകയാണ്, ഭക്ഷണം കഴിക്കണില്ലെന്ന് പറയും. അപ്പോൾ അപ്പൻ്റെ മനസ്സ് ഇടിഞ്ഞ് പെൺമക്കളാണെങ്കിൽ അപ്പം പിന്നെ എടി മകളെ വാ കഴിക്കുമെന്ന് പറയും. നമുക്ക് അച്ഛൻ കാശ് തരാവേ, ഇനി എഴുതിക്കുക. അതാണ് അവളുടെ ഉദ്ദേശം. അതാണ് കമന്ന് കിടന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അപ്പം വഴക്കിടത്തില്ലല്ലോ. ഇവളിങ്ങനെ സ്മാർട്ടായിട്ട് നടക്കണേ അപ്പം പറയവേ നീ ഈ കുടുംബം നശിപ്പിക്കുമല്ലേ, ഇപ്പം 3ാമത്തെ എഴുത്തല്ലേ എഴുതണത്, 90,000 രൂപയായല്ല, എവിടെ നിന്ന് കൊണ്ടുവരും എന്ന് ചോദിക്കും. അത് ചോദിക്കാതിരിക്കാനാണ് ഇവൾ കമന്ന് കിടക്കണത്. തട്ടിപ്പും വെട്ടിപ്പും കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ അഭ്യാസം എടുക്കരുത്. ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്, അതാണ് കുഴപ്പം. ദൈവത്തെ അറിയാൻ പാലാത്ത കൊണ്ടും പരിശുദ്ധാത്മാവില്ലാത്ത കൊണ്ടും ഇങ്ങനെ വിക്രിയകളൊക്കെ കാണിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇതുകൊണ്ട് ഇരുട്ടുകൊണ്ട് കൂട്ടടച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ കാലം പവർ ലോഡിങ് ടൈമാണ്. നിങ്ങൾ മാത്രം ഈ ലോകത്ത് തോറ്റിരിക്കണത്. ഈ ജയിച്ചവരെല്ലാം ഒരു കാലത്ത് തോറ്റവരാണ്. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവരത് കണ്ണീരിൻ്റെ വിലയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലമാണിത്. കല്ല് പെറുക്കി കളയാനൊരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. അപ്പം കരയാനുള്ള കാലം വരുമ്പോൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രത്യാശയോടെ വിശ്വാസത്തിൽ മുന്നേറാൻ വേണ്ടി
ആ അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നീ വാട്ട് സ്പിരിറ്റ് എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന് ദൈവം ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, സത്യമായും പരിശുദ്ധാത്മാവാണുള്ളത്. കാപട്യത്തിൻ്റെ, കള്ളത്തരത്തിൻ്റെ, ഉടായ്പിൻ്റെ ആത്മാവല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളത്. അമ്മ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം, അമ്മയും ഞാനുമായിട്ട് നമ്മൾ ഉടമ്പടിയുള്ളിടത്തോളം കാലം, അമ്മ സഞ്ചാരി മാതാവായിട്ടുള്ള കാലം, അമ്മ സമയത്തിൻ്റെ അധികാരിയായിട്ടുള്ള കാലം, ഈ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ജയിക്കും. ശ്രദ്ധിക്കട്ടെ, നമ്മൾ ജയിക്കും. ശ്രദ്ധിക്കട്ടെ, കൈയടിച്ചുകൊണ്ട് ആരാധന. അമ്മയോട് കൂടെ ജയിക്കും, നമ്മൾ ജയിക്കും, കൃപ ധരിക്കും. അമ്മയോട് കൂടെ ജയിക്കും, മാറാരോഗങ്ങൾ മാറിപ്പോകും. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ മാറാരോഗങ്ങൾ മാറിപ്പോകും. അമ്മയോടൊപ്പം ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് ശത്രുവിനെ പേരെടുത്ത് വിളിച്ച് നമ്മൾ ജയിക്കും, കൃപ ധരിക്കും. അമ്മയോട് കൂടെ ജയിക്കും, നമ്മൾ ജയിക്കും, കൃപ ധരിക്കും. അമ്മയോട് കൂടെ ജയിക്കും, മാറാരോഗങ്ങൾ മാറിപ്പോകും. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ മാറാരോഗങ്ങൾ മാറിപ്പോകും. അമ്മയോടൊപ്പം ആരാധിക്കുമ്പോൾ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, താടുകളങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ
ചലനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞുങ്ങൾ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോരവനെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോരവനെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാല കൈയുടെ ബലത്താല നിന്റെ എന്നെ നടത്തിയത്. ശക്തിയാല കൈയുടെ ബലത്താല നിന്റെ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യദയ, ദയയാ, ദയയാ, നിത്യദയയാ. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവരെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയ, പ്രാണപ്രിയ, ചങ്കിലെ ചോര തന്നെ വീണ്ടെടുത്തവരെ, വീണ്ടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാല കൈയുടെ ബലത്താല നിന്റെ എന്നെ നടത്തിയത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പിതാവേ മഹത്വം, പിതാവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരിക്കൽ കൂടി ഉപാസനത്തിന് ആരോഗ്യത്തെ സമർപ്പിച്ച് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായിട്ടുള്ള വചന ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം മഹത്വം പിതാവേ മഹത്വം, പിതാവേ ആരാധന, മഹത്വം മഹത്വം, ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. എൻ്റെ മക്കളെ, വളരെ ദൈവം നിറഞ്ഞു നിൽക്കുന്ന, ദൈവ കൃപ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ ആവശ്യമില്ലാത്ത ഉത്കണ്ഠപ്പെടരുത്. കടമായാലും രോഗമായാലും ഇത് എല്ലാത്തിനും അതിജീവിക്കും. 10,000-കണക്കിന് മനുഷ്യരെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്ഥലം, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സാക്ഷ്യം പറഞ്ഞ ഒരു ഇടം, മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലാണ് നിന്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവവേദലെ, നീ അച്ഛൻ പറഞ്ഞതുപോലെ വചനങ്ങൾ കേട്ട് ഉടമ്പടി അനുസരിച്ച് ജീവിച്ച് ദൈവത്തിനെ നമ്മെ പക്ഷത്താക്കിക്കൊണ്ട് മാതാവിൻ്റെ കൂടെയാണ് ഈ ഉടമ്പടി സഞ്ചാരം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അമ്മയോട് കൂടെ ഈ ഉടമ്പടി സഞ്ചാരത്തിനായി, ഉടമ്പടി ജീവിതത്തിനായി എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഉടമ്പടി ധ്യാനത്തില് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നവരെ അങ്ങ് വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ലെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഈ ധ്യാനം അങ്ങയുടെ മക്കള് ഓൺലൈനായി കൂടുന്നവരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന്, പ്രത്യേകം അനുഗ്രഹിക്കണമെന്ന്, അവരെല്ലാവരെയും അങ്ങ് സാക്ഷികളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്നായി ആരാധിക്കാൻ, നന്നായി പ്രാർത്ഥിക്കാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഓരോരുത്തരെയും എഴുത്താറിൽ ഉയർത്തണമേ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലവേദി ബലമായോരു നടത്തിടുന്നു. ബലഹീനതയിൽ ബലവേദി ബലമായോരു നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സന്തോഷത്തോടെ രോഗികളായിട്ടുള്ളവരെ രോഗമുള്ളിടത്ത് അവിടെ കൈകൾ വെക്കുക. ആ കൈകളെ കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലത് കരം നിങ്ങളുടെ കൈകളോട് ചേർത്ത് വെക്കാൻ അച്ഛനും അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോനോട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കിഡ്നി രോഗികൾ കിഡ്നിയുടെ പല സ്ഥലങ്ങളിൽ നടുവിലെ കൈകൾ വെക്കുക. നെഞ്ചരിച്ചിലുള്ളവർ, കരരോഗികളൊക്കെ നെഞ്ചിൻ്റെ കൂടിന് കൈകൾ വെക്കുക. ശ്വാസകോശ രോഗികളെ നെഞ്ചിൽ കൈകൾ വെക്കുക. സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ ഒക്കെ കഴുത്തിൽ കൈകൾ വെക്കുക. മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവേ, എൻ്റെ ഈ കൈ നിൻ്റെ കൈയായി മാറ്റണമേ. എൻ്റെ കൈകൾ അതാത് രോഗങ്ങളുള്ളവർ
രോഗങ്ങളുടെ ഇടത്ത് യേശുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: കർത്താവേ, എൻ്റെ ഈ കൈകളെ ആണിപ്പഴുതാർന്ന നിൻ്റെ കൈകളായി മാറ്റണമേ. രക്തസ്രാവ രോഗമുള്ളവരുണ്ട്, പിസ്തുല രോഗികളുണ്ട്, PCOD രോഗികളുണ്ട്. അടിവയറ്റിലൊരു കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. അവർ പറയണം കർത്താവിനോട്, കണ്ണീരോടെ പറയണം: കർത്താവേ, ഈ അനുഗ്രഹത്തിൻ്റെ ഈ നിമിഷം പരിശുദ്ധമ്മ ദേവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കർത്താവിൻ്റെ പരിശുദ്ധമായ ദിവസം ഞായറാഴ്ച അതിരാവിലെ വന്ന് പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും നിൻ്റെ പുനരുദ്ധാനത്തെ മഹോത്സവത്തെ വാഴ്ത്തി പാടുവാനും ഞങ്ങളെ പ്രത്യേകം ക്ഷണിച്ചതിന് നന്ദി പറയുന്നു കർത്താവേ. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തികൾ നിങ്ങൾ കൈവച്ച ഇടത്തേക്ക് പ്രവേശിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. യേശുവേ, മഹത്വം, 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 പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വയം തുണേ സുഖമായി എൻ്റെ ഉള്ളം സ്വയം തുണേ സുഖമായി എൻ്റെ ഉള്ളം. മകളെ, മക്കളില്ലാത്തവര്, ഗർഭിണികള് അവിടെ വയറ്റിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് മനുഷ്യരെ ദൈവത്തിൻ്റെ സ്പർശനവും സൗഖ്യവും കണ്ടുമുട്ടി ആഹ്ലാദിച്ച് ഹല്ലേലൂയ പാടിയ ആത്മീയതയുടെ മണ്ണിലാണ് നീ കാലിച്ചു വിട്ട് നിൽക്കാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സ്വർഗം തുറക്കണ സമയമാണിത്. ഈ കാലത്തിലാണ്, ആരാധന നടക്കുന്ന ഒരു കാലത്തിലാണ് അമ്മ പ്രത്യക്ഷത്തിൽ വന്നത്. അമ്മ ആരാധനയിലാണല്ലോ അമ്മ പ്രത്യക്ഷത്തിൽ വന്നത്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും, ശ്വാസകോശ രോഗികൾ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, ചെവിക്ക് കേൾവി കുറവുള്ളവർ, സംസാരിക്കാൻ വയ്യാത്ത മക്കൾ, ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, സോറിയാസിസ് രോഗികള്, ത്വക്ക് രോഗികള്, വ്രണങ്ങൾ പൊറുക്കാത്തവര്, നവരന്ധ്രങ്ങളിൽ നിന്ന് ഫ്ലൂയിഡ് വരുന്നവര്, നീതികെട്ടി കിടക്കുന്നവര്, വിട്ടുമാറാതെ നിരന്തരമായ മരുന്ന് കഴിക്കുന്ന രോഗങ്ങള് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ,
ജീവിക്കുന്നവനായ ദൈവമേ, ജീവിക്കുന്നവനായ ദൈവമേ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുവാൻ പരിശുദ്ധ പിതാവ് അനുവദിച്ച കർത്താവിന് നിരന്തരമായ ആരാധന നടക്കുന്ന ഈ വിശുദ്ധ മണ്ണിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നതിന്, ഞങ്ങളെ കൊണ്ടുവന്ന് കണ്ണുനീരൊപ്പുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങള് അമ്മയുടെ മധ്യസ്ഥതയില് ഞങ്ങളുടെ ക്ലേശങ്ങള് ഇവിടെ ഇറക്കി വെക്കുന്ന നിന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ, കൈനീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളെ ഭാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നിന്റെ നാമത്തില് സമാധാനത്തില് സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. മക്കളെ ഒന്ന് മുട്ടുകുത്തിക്കേ. നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജോലിയില്ലാതെ നിൽക്കുന്ന മക്കള്, നിങ്ങളൊന്ന് കൈകൂപ്പിക്കുക. എല്ലാവരും മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് ഈശോ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ജോലിയില്ലാതെ നിൽക്കുന്ന മക്കൾ, ഈ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ജോലി കിട്ടണം. നിങ്ങൾ സാങ്കേതികമായ ഒരു വിഷയത്തിന് വേണ്ടി വിശ്വാസിയുടെ പ്രാർത്ഥന പോലെ ഒരു സാധനം പ്രാർത്ഥിക്കുകയല്ല. നമ്മൾ കൃപാസന അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ ജോലിയില്ലാത്തതിൻ്റെ വേദന നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടാണ് അത് പ്രാർത്ഥനയൊക്കെ മാറ്റണത്. പെണ്ണ് കെട്ടാത്തവരുണ്ട്, ഇനി കല്യാണം വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുന്ന തിന്മയുടെ അരൂപിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് ലൈഫ് ദൈവം പറഞ്ഞിട്ടില്ല. നിന്റെ സുഖത്തിന് വേണ്ടി നീ തിരഞ്ഞെടുത്ത ദോഷം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് ബോധ്യം തരണില്ല. ഈ പ്രാർത്ഥനയിലൂടെ അങ്ങനെയുള്ള മക്കളെ സമർപ്പിച്ച് അമ്മമാർ പ്രാർത്ഥിക്കണം. കല്യാണം കിട്ടാതെ നിൽക്കുന്ന ചെറുക്കന്മാരുടെ എണ്ണം കൂടുതലാണ്. അതൊക്കെ ഭാവിയിൽ സഭയെ അത് ബാധിക്കാം, സമൂഹത്തെ അത് ബാധിക്കാം. ആ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ മുട്ട നിർത്തിയിരിക്കുന്നത്. വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. ലോകം മുഴുവനുള്ള മക്കൾ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെല്ലാം ആ സമയത്ത് മുട്ട നിൽക്കേണ്ടതാണ്. വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. അവർ പഠിച്ചു കഴിഞ്ഞ് കാശെല്ലാം കടമായി, പഠിച്ചിട്ട് ജോലി എടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ തിരിച്ചു പോകുന്ന നാട്ടിൽ കടമായി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ അന്തരാളത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ആഴ്ച ഇതിനൊക്കെ സമാധാനം ഉണ്ടാകും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. സാക്ഷ്യങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, യേശുവേ നന്ദി. പല ആൾക്കാരും ജോലിക്ക് പോകുന്നവരുണ്ട്, ജോലി മുടങ്ങി നിൽക്കുന്നവരുണ്ട്, ഇൻ്റർവ്യൂ നടക്കാത്തവരുണ്ട്, ഇൻ്റർവ്യൂവിന് വിളിക്കാത്തവരുണ്ട്, കൊടുത്ത പണം നഷ്ടപ്പെട്ടവരുണ്ട്, പറ്റിപ്പിൽ അകപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കുടുംബ കലഹങ്ങൾ, കുടുംബ വഴക്കുകൾ, മാറി താമസങ്ങൾ, വിഘടിച്ച് നിൽക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, കടകമ്പോളങ്ങളും ഏജൻസികളോ ഷോപ്പുകളൊക്കെ നടത്തിയിട്ട് പിന്നെയും കടമായിട്ട് പൊറുക്കാൻ പറ്റാത്തവർ, നാട് വിട്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നവർ, വേദന കൊണ്ട് ഉറക്കമില്ലാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ആവശ്യിച്ചുകൊണ്ട് കർത്താവ് അവരെ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ, പരിശുദ്ധമ്മേ,
ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. അവരെ ഏറ്റെടുത്ത് നിർത്തണമേ, നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. പിതാവേ നന്ദി, പിതാവേ മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്സിൽ വെച്ച് ദിവികാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. കൃപാസനത്തിൽ സമർപ്പണ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന യുവതികൾ, +2 ഡിഗ്രി പാസ്സായ കുട്ടികൾ 82 81 29 75 11 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അതുമല്ലെങ്കിൽ apparitionmissionaries@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. കൃപാസനം പത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു.